ഡോക്ടർ റോസമ്മ ഫിലിപ്പിനെ പരിചയപ്പെടുത്തുവാനും സ്വാഗതം ചെയ്യുവാനുമായി പത്തനാപുരം മൗണ്ട് താപോദേറ പ്രസ്ഥാനങ്ങളുടെ സെക്രട്ടറി പ്രിയപ്പെട്ട KB പോളച്ചിനെ ക്ഷണിക്കുന്നു. അഖില മലങ്കര പ്രാർത്ഥനായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ചും SSLC +2 കുഞ്ഞുങ്ങളെ അവരുടെ വാർഷിക പരീക്ഷ എഴുതുന്നതിന് മുൻപായി ടെൻഷൻ ഒന്നുമില്ലാതെ പരീക്ഷ എഴുതുവാൻ അവരെ എങ്ങനെ സജ്ജമാക്കാം എന്നുള്ള വിഷയം ആസ്പദമാക്കിയാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ ക്ലാസ്സൊക്കെ ഇവിടെ ക്രമീകരിച്ചത്. ഈ ക്ലാസ് എടുത്ത് നമ്മൾ തന്നെയാക്കുവാൻ തൊട്ടോണം എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി ഏറ്റവും ബഹുമാനിയായ ഡോക്ടർ റോസമ്മ ഫിലിപ്പ് പരിചയപ്പെടുത്തിയതാണ്, സ്വാഗതം ചെയ്തതാണ്. ടീച്ചർ ആ സമയം ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി സ്വാഗതം ആശംസിക്കുന്നു എന്ന് മാത്രം. പത്തനാപുരം മൗണ്ട് താബോർ ട്രെയിനിങ് കോളേജിലെ ഒരു മാതൃക അധ്യാപികയാണ് ബഹുമാനപ്പെട്ട റോസമ്മ ടീച്ചർ. ഒരു ടീച്ചർ മാതൃക അധ്യാപക എന്നാകണമെങ്കിൽ ആ കുട്ടികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പറ്റുവാൻ അധ്യാപകന് സാധിക്കും. പ്രത്യേകിച്ചും BEd കോളേജിലെ നമുക്കറിയാം, അധ്യാപകരാകുന്നതിന് മുമ്പ് കരസ്ഥമാക്കുന്ന ഒരു യോഗ്യത ഡിഗ്രിയാണ് BEd. അങ്ങനെയുള്ള ആ അധ്യാപകരെ ഈ സമൂഹത്തിന് കൊള്ളാവുന്ന നല്ല അധ്യാപകരായി എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള നല്ല ക്ലാസ്സുകളും ചിന്തകളും ഒക്കെയും വിദ്യാർത്ഥികൾ കൊടുത്തുകൊണ്ട് ആ രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയാണ്. ഞങ്ങളുടെ പത്തനാപുരം മൗണ്ട് താബോർ ദേറ പ്രസ്ഥാനങ്ങളുടെ അഭിമാനമാണ് ബഹുമാനപ്പെട്ട ടീച്ചർ. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി ശ്രേഷ്ഠമായ രീതിയിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും. ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള ഒരു വ്യക്തി, ഒരു നല്ല അധ്യാപികയാണ്. ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ അതൊരു മിനിസ്റ്റർ പദവിയാണ്, ഒരു നല്ല മന്ത്രിയാണ്. അപ്പം അങ്ങനെ വളരെയധികം ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്താണ് ഇന്ന് ആ ടീച്ചർ എത്തിയിരിക്കുന്നത്. തീർച്ചയായും അതിനുള്ള മുഴുവൻ യോഗ്യതയുമുണ്ട്. പ്രത്യേകിച്ചും നല്ല ഒരു കൗൺസിലർ കൂടെയാണ്. ഇന്ന് സമൂഹത്തിലെ പ്രത്യേകിച്ചും വിദ്യാർത്ഥി ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അബദ്ധസഞ്ചാരവും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളും കുട്ടികളിൽ നിന്ന് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിക്കുവാനും അത് അവരെ പഠിപ്പിക്കുവാനും ആ രീതിയിൽ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും ബഹുമാനപ്പെട്ട ടീച്ചറെ പ്രവർത്തിക്കുന്നു എന്നതിൽ സന്തോഷിക്കാം. നമുക്ക് വളരെയധികം ഉത്തമയായ ഒരു വ്യക്തിയാണ് ഇന്ന് ഈ ക്ലാസ്സിലെത്താൻ എത്തിയിരിക്കുന്നത്. ടീച്ചർ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാനും എഴുതിയെടുക്കേണ്ട കാര്യങ്ങൾ എഴുതിയെടുക്കുവാനും അങ്ങനെ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൊണ്ട് ഈ സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ, പ്രത്യേകിച്ചും നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ പരീക്ഷ ടെൻഷൻ ഇല്ലാതിരിക്കുവാൻ ഈശ്വരൻ്റെ എല്ലാ കടാക്ഷവും ടീച്ചറിൻ്റെ ഈ ക്ലാസ്സും ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമൂഹമധ്യേ ടീച്ചറിനെ ഹൃദയംഗമായി സ്വാഗതം. അഭിമന്യ എപ്പിഫാനിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, ആദരണീയനായ പോളച്ചൻ, പ്രിയപ്പെട്ട ജോൺ സമച്ചൻ, ബഹുമാനപ്പെട്ട ഉമ്മനച്ചൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ജേക്കബ് ജോർജ് സർ, ഐസക് സർ, ഇവിടെ എത്തിയിരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ ഒരു ധ്യാനത്തിനും ക്ലാസ്സിനും വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ആദ്യം തന്നെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു, കൂട്ടത്തിൽ എൻ്റെ ബഹുമാനം അറിയിക്കുന്നു. കാരണം എനിക്ക് വലിയ ബഹുമാനമുണ്ട്. ഇന്നൊരു അവധി ദിവസമായിട്ടുണ്ട്. ടെലിവിഷനിൽ എന്തുമാത്രം പരിപാടികളുണ്ട്. പഠിക്കാനെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് TV പരിപാടിയൊക്കെ കണ്ട് ആസ്വദിക്കാമായിരുന്ന ഒരു ദിവസം മാറ്റിവെച്ച് ഇവിടെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങൾ എത്തിച്ചേർന്നതിൽ നിങ്ങളോടുള്ള വലിയ ബഹുമാനം ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ വലിയ നിർബന്ധത്തിൻ്റെയൊക്കെ പുറത്തായിരിക്കും വന്നിരിക്കുന്നത്. ഓടിച്ചു വിട്ടിട്ടില്ലേ കുറച്ച് പേരെങ്കിലും ഉണ്ട് അല്ലേ? പോയേ ഒപ്പത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞതാണ്. പിന്നെ അവിടെ പോയിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ? വീട്ടിൽ ഇരുന്നാലും പ്രാർത്ഥിക്കാം, ഉപദേശമൊക്കെ കേട്ട് മടുത്തു, വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുട്ടികളാണ് യൂണിഫോമിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഏത് സ്കൂളിലെ കുട്ടികളാണ് നിങ്ങൾ? BMO. ഓക്കെ. കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. മക്കൾ എന്തിനാണ് വന്നേ? മോൻ എത്രയിലാണ് ഇവിടെ പഠിക്കുന്നത്? മോനെ എത്രയിലാണ് പഠിക്കുന്നത്?
5ലാണ് പഠിക്കുന്നത്. എന്തിനാ മോനിന്ന് ഇവിടെ വന്നത്? ആരുടെ കൂടെ വന്നേ? ചേച്ചിയുടെ കൂടെ. എന്ത് പറഞ്ഞ ചേച്ചി കൊണ്ടുവന്നേ? എന്താ പറഞ്ഞു മോനോട്? ചേച്ചി വീട്ടിൽ നിന്ന് പോരാൻ നേരത്തെ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, വെറുതെ പോരുക, ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതാണ് അല്ലേ? ഏതായാലും കൊച്ചു കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് വന്നതായിട്ട് നിർബന്ധിച്ചൊന്നുമല്ല. അവർ സന്തോഷത്തോടെ ആരുടെയൊക്കെയോ കൂട്ടത്തിൽ വന്നതാണ്. നിർബന്ധിക്കപ്പെട്ട് വന്നതിൽ ഭൂരിഭാഗം ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. പെൺകുട്ടികളൊക്കെ പിന്നെയും ഒരു ഓളത്തിനിങ്ങ് പോരുന്നവരാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ കാലം അടുത്തു കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്നവരിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഓക്കെ, 11, 12, ശരി. അതിന് താഴെയുള്ള കുറച്ച് കുട്ടികളുണ്ട്. പരീക്ഷയോടനുബന്ധിച്ചുള്ള സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുക, അല്ലെങ്കിൽ ടെൻഷൻ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കേ ടെൻഷനുള്ളൂ. പഠിക്കാത്തവരെ സംബന്ധിച്ച് എന്ത് പരീക്ഷ കൊള്ളാം, എത്ര കാലമായി നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ടല്ലേ? നമ്മളെ ഇനി പറഞ്ഞ് പേടിപ്പിക്കാൻ പോകുന്നത് കാലം കുറയായി പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ട് പിന്നാണ് എന്നേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമുള്ള ഒന്നാണ് ടെൻഷൻ. പഠിക്കാത്തവരെ സംബന്ധിച്ച് ചില ടെൻഷൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്നറിയോ? കോപ്പി അടിക്കാനുള്ള എളുപ്പമാർഗങ്ങൾ എന്തൊക്കെയാണ്? എവിടെ കോപ്പി എഴുതിക്കൊണ്ട് പോയാൽ ആരും കാണാതെ എഴുതിക്കൊണ്ട് പോരാ, അങ്ങനെയുള്ള ചില കുറുക്കു വിദ്യകളെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പഠിക്കാത്തവർ. ഞാനൊരിക്കൽ എൻ്റെ ഇതുപോലെ പരീക്ഷയ്ക്ക് ടെൻഷനൊക്കെ ഉള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പറഞ്ഞ് തന്നെ വിളിച്ചുകൊണ്ട് വരും. സ്കൂളിൽ ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളാണ്, 350 ആൺകുട്ടികളുണ്ട്. അപ്പം ഞാനിതുപോലെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ടെൻഷനൊക്കെ കുറയ്ക്കണമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ മുമ്പ് ഇരുന്നൊരു കൊച്ചിനിരുന്ന് ചിരിക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ടീച്ചർ ഞങ്ങളുടെ ടെൻഷൻ മാറ്റാനായിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ സാറന്മാർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പരീക്ഷ എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, അതുകൊണ്ട് നിങ്ങളുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ടീച്ചർ ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ ഉള്ള ക്ലാസ് എടുക്കാൻ വന്നേ, അത് ഞങ്ങൾക്കേ അല്ല എടുക്കേണ്ടത്, അതെടുക്കേണ്ടത് ഇവർക്കാണെന്ന് പറഞ്ഞ് വാതിൽ കുറേ പേര് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇവരനങ്ങാതിരിക്കാൻ വേണ്ടി ആൺപിള്ളേർ എല്ലാ ഡോറിൻ്റെ അവിടെ 5ഉം 6ഉം ടീച്ചേഴ്സിനെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെ കാണിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ അവരെ വിളിച്ചിരുത്തി ഒരു ക്ലാസ് എടുത്തിട്ട് പൊക്കോ, എല്ലാം സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ടെൻഷൻ 2 കൂട്ടർക്കാണ്. ഒന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, 2 ആർക്കാണ് നിങ്ങൾക്കറിയാം? ആർക്കാണ്? പേരൻസ്, മാതാപിതാക്കന്മാർ അല്ലേ? നമ്മളെ ഇതൊന്നും ബാധിക്കാറില്ല. ഇവരുണ്ടാക്കുന്ന ചില സമ്മർദ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർ തരുന്ന അസമാധാനക്കേടാണ് നമ്മുടെ അസമാധാനക്കേട് അല്ലേ? എന്നാ നിങ്ങൾ പറയുന്നത്? ഇവർ ടെൻഷൻ ഉണ്ടാക്കാനൊരു കാരണമുണ്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ 2 കൂട്ടരാണ്. ഒന്ന് അധ്യാപകരും 2 മാതാപിതാക്കന്മാരും, അല്ല 1 മാതാപിതാക്കന്മാരും 2 അധ്യാപകരും. നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിരന്തരമായി ഇടപെട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പഠിക്കുക, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇവർ പലപ്പോഴും ഒരു ശല്യവും ഭാരവും ഒക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പം എത്ര പേര് നിങ്ങളോട് പഠിക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ, അത്രയും ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങളെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ്. നിങ്ങളെ ആരും നിയന്ത്രിക്കാനും നയിക്കാനും ഉള്ളത് കൊണ്ടാണ്. അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾക്കറിയാം, നമ്മൾ പട്ടം പറപ്പിച്ചിട്ടുണ്ടോ? പട്ടം ഉണ്ടല്ലോ. പട്ടം പറപ്പിച്ചിട്ടില്ലേ? പട്ടമൊക്കെ പറപ്പിച്ചിട്ട് ഇനി പരീക്ഷയ്ക്ക് പഠിച്ചാലും മതി കേട്ടോ. പട്ടം പറപ്പിച്ച് എന്ത് രസമാണ് കാണാം, മേലോട്ടിങ്ങനെ പൊങ്ങിപ്പോന്ന കാണാൻ അല്ലേ? അങ്ങ് ആകാശം വരെ അങ്ങ് പൊങ്ങും. പക്ഷേ ഒരു സമയമാകുമ്പോൾ ഇത് തലകുത്തിനെ താഴോട്ട് വീഴും. എപ്പോഴാണ്? നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ നൂൽഭാഗം വിട്ടുപോകുമ്പോൾ അത് കുത്തനെ താഴെ അല്ലേ? നമ്മുടെ മനസ്സിൽ ഇതുപോലെ പട്ടം പോലെ നമുക്കങ്ങ് പറന്ന് എത്രയും ഉയർത്തി പോകുമോ അത്രയും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ചരട് എവിടെയെങ്കിലും അതിൻ്റെ അഗ്രമില്ലെങ്കിൽ നമ്മൾ കുത്തനെ നിലംപതിക്കും. അത് ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്കിഷ്ടം, നമ്മളെ ആരും നിയന്ത്രിക്കാനില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ പറന്ന് നടക്കണം. സിനിമ കാണണമെന്ന് തോന്നുന്നു സിനിമ കാണണം, TV കാണണമെന്ന് തോന്നുമ്പോൾ TV കാണണം, ഹോട്ടലിൽ പോകണമെന്ന് തോന്നുമ്പോൾ ഹോട്ടലിൽ കാണണം, മൊബൈൽ വേണം, ബൈക്ക് വേണം, സ്കൂട്ടർ വേണം, എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ചില നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എല്ലാം കഴിഞ്ഞ് നമ്മൾ തലകുത്തെ നമുക്ക് നല്ല സന്തോഷിച്ചൊക്കെ നടക്കാം. പക്ഷെ നമ്മുടെ വീഴ്ച അതിഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മെ നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന മാതാപിതാക്കന്മാർ, ഗുരുക്കന്മാർ, വൈദിക ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ്, അധ്യാപകർ, മാതാപിതാക്കൾ, ഇവരൊക്കെ നമ്മുടെ ഭാഗ്യമാണ്.
നിങ്ങളിനി അതിനെ അങ്ങനെ കണ്ടാലേ നിങ്ങൾക്ക് പഠിക്കാൻ പോലും പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് പറയും, ചില കുട്ടികളൊക്കെ പറയും, ഓ ആ കണക്കിൻ്റെ പുസ്തകം എടുത്ത് അങ്ങോട്ട് പഠിക്കാൻ തുറന്ന് വെക്കുമ്പോഴേ ആ ടീച്ചറുടെ മൂന്ത ഇങ്ങോട്ട് വരും, പിന്നെ പഠിക്കാനേ പറ്റത്തില്ല. കാരണം ടീച്ചർ വഴക്കൊക്കെ പറയുന്ന കാരണം നമുക്ക് ദേഷ്യവും, പിന്നെ നമുക്ക് കണക്കിനോട് ദേഷ്യവും. അപ്പം ആദ്യം കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുക, നമ്മളെ സ്നേഹിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ വഴക്ക് പറയുന്നത്, അവരോട് അതുകൊണ്ട് ഒരു വിദ്വേഷം വേണ്ട. അങ്ങനെ വേണം പഠനം ആരംഭിക്കാനായി. പരീക്ഷ അടുത്ത് കഴിഞ്ഞു, ഇനി അപ്പോൾ പരീക്ഷയെക്കുറിച്ചാണ് പറയേണ്ടത്. എങ്ങനെ പഠിക്കണമെന്ന് ഇനിയിപ്പോൾ ആദ്യം മുതൽ പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല. അത് നമ്മൾ ഒരു വിദ്യാലയ വർഷം തുടക്കം മുതൽ നമ്മൾ ചിട്ടയ്ക്ക് പോകണമെങ്കിൽ അവിടെ പറയാം. ഇനിയിപ്പം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഒന്ന്, പരീക്ഷ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ 6ൽ പഠിക്കുന്നു, 7ൽ പഠിക്കുന്നു, 10ൽ പഠിക്കുന്നു, 12ൽ പഠിക്കുന്നു. അത് പഠിച്ചു എന്നുള്ളതിന് തെളിവ് നമുക്ക് നൽകുന്ന ഒരിടമാണ് പരീക്ഷ എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. അത് നമുക്കൊരു വളർച്ചയുടെ ഭാഗം. നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും പറയാൻ, എടാ കൊച്ചനെ നിന്നെ കഴിഞ്ഞ കൊല്ലം കണ്ടപ്പോൾ എന്തൊരു ഗ്ലാമറായിരുന്നു, നിനക്ക് ഒരു 10 കിലോ കുറഞ്ഞ പോലുണ്ട് കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ സങ്കടം തോന്നത്തില്ലേ? നമ്മൾ ആകെപ്പാടെ മെലിഞ്ഞ മോശമായെന്നർത്ഥം അല്ലേ? അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അപ്പിയറൻസിനെ കുറിച്ചായി പറയുന്നത്. അതേപോലെയുള്ള ബൗദ്ധിക വളർച്ചയുടെ അടയാളമാണ് പരീക്ഷയിലെ മാർക്കും ഗ്രേഡും ഒക്കെ. നമ്മളോട് പറയും, ഓ നീ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇത്രയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നവരല്ലേ, 10ൽ വന്നപ്പോൾ നിനക്ക് എന്ത് പറ്റി എന്ന് അധ്യാപകർ നിന്നോട് ചോദിച്ചിട്ടില്ലേ? ചോദിക്കുന്നതിന് കാരണം ഇതാണ്. 8ലും 7ലും ഒക്കെ പഠിച്ചപ്പോൾ ഇപ്പോൾ ചെന്തോ ഒരു മെഡിക്കായിരുന്നു, 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം തൊട്ട് ഇങ്ങനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൗദ്ധികമായ വളർച്ചയിൽ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല, പുറകോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പം ബാഹ്യമായ വളർച്ചയോടൊപ്പം തന്നെ വിജ്ഞാനത്തിലും അറിവിലും വളരുന്നു എന്നതിൻ്റെ അടയാളം രേഖപ്പെടുത്തി തരുന്ന പരീക്ഷയിലെ മാർക്ക്. അത് നമ്മൾ നേടിയെടുത്തേ ഒക്കത്തുള്ളൂ. നിങ്ങളൊരു 70 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് നഷ്ടപ്പെടും അല്ലേ? നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോഴും ചില ആൾക്കാരെ കാണാറില്ല. അവർ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളോട് പറയും, ഞാനേ പഴയ 7ാം ക്ലാസ്സാണ് കേട്ടോ എന്ന് പറയും അല്ലേ? എന്നിട്ട് അവരെ നല്ല വിവരമുള്ള സംസാരങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ അറിവുള്ള ഒരാളാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് കിട്ടുന്ന അറിവാണ്, വിദ്യാഭ്യാസമാണ്. ബാഹ്യമായിട്ടുള്ള പലതും നമുക്ക് നഷ്ടപ്പെട്ടു. ആ അറിവ് പോലും നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ക്ഷയം സംഭവിക്കുമ്പോൾ അറിവും ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടേക്കാം. എന്നിരുന്നാലും അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് അറിവ്. അതാണ് നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബ്രാൻഡഡ് ഐഡന്റിറ്റി ആയിട്ട് നമ്മുടെ അറിവിനെ നമ്മൾ മാറ്റണം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമുക്ക് പലതും മറ്റു പലതും ബ്രാൻഡ് അല്ലേ? എന്തൊക്കെയാണ്? ഷൂസ് ബ്രാൻഡഡ് ആയിരിക്കണം, ടീഷർട്ടും ഷർട്ടും ബ്രാൻഡഡ് ആയിരിക്കണം, വാച്ച് ബ്രാൻഡഡ് ആയിരിക്കണം അല്ലേ? ചുരിദാർ ബ്രാൻഡഡ് ആയിരിക്കണം. അതൊക്കെ നമ്മുടെ ചിന്ത അല്ല. അതിനപ്പുറത്ത് വളരെ വലുതാണ് നമ്മുടെ അറിവ് എന്നുള്ളതിലേക്ക് നാം വരണം. അതുകൊണ്ട് പരീക്ഷയെ നേരിട്ടേ ഒക്കത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചാൽ മറന്നു പോകുമോ? ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരു വർഷം പൂർത്തിയാകും, ഒരു വയസ്സും കൂടെ കൂടുന്നതൊക്കെ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം. ആൺകുട്ടികളെ സംബന്ധിച്ച് 17 വയസ്സ് 18 വയസ്സൊക്കെ അങ്ങോട്ട് പൂർത്തിയാകാൻ നോക്കിയിരിക്കുക. എന്തിനാണ്? ലൈസൻസ് എടുക്കാനായിട്ടല്ലേ? അപ്പോൾ അങ്ങോട്ട് പ്രായമാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രായമാവുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അമ്മമാർക്കൊക്കെ കാണുമ്പോൾ ഒരു ചില മനപ്രയാസമൊക്കെ വരുന്നതേ ഉള്ളൂ, പ്രായമായി പോവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ കേട്ടോ. എന്നാലും വളരുന്ന സന്തോഷമാണ്. അതുപോലെ അറിവിൻ്റെ ലോകത്ത് ഒരു വർഷം പൂർത്തിയാക്കുന്നതാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത്. ഓരോ വർഷം ഒരു പരീക്ഷയുണ്ട്, അത് പാസ്സായാൽ അറിവിൻ്റെ ലോകത്ത് ഒരു വയസ്സുകൂടെ നമ്മൾ നേടിയെന്നാണ്. അതുകൊണ്ട് പരീക്ഷയെ നേരിടാൻ ആദ്യമായി തന്നെ തയ്യാറാകും. രണ്ടാമതായി നമ്മുടെ വിജയം എന്ന് പറയുന്നത് ചില പ്രധാനപ്പെട്ട ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത്. 5 R's എന്ന് പറയാം, 5 R. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ R എന്ന് പറയുന്ന അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ചില വാക്കുകളാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേനായും പേപ്പറും ഒക്കെ ഉണ്ട്, കുറിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് കുറിച്ചെടുക്കാം. ഇംഗ്ലീഷിലാണ് ആ വാക്കുകൾ. സക്സസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ R എന്ന് പറയുന്നത് റെഗുലാരിറ്റി. റെഗുലർ ആയിരിക്കണം നമ്മൾ, റെഗുലർ. എല്ലാവരും എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, ചിലത് കേട്ടാൽ മതി, എല്ലാം മനസ്സിലാവും, ഉള്ളത് കേട്ടിരുന്നാലും മതി കേട്ടോ. 2 റെഡിനെസ്, നമ്മുടെ സന്നദ്ധത, എന്തിനും റെഡി ആവുക എന്ന് പറയും, റെഡിനെസ്. 3 റൈറ്റ് ചോയ്സസ്, റൈറ്റ് ചോയ്സസ്, ശരിയായ തിരഞ്ഞെടുപ്പ്. 4 റെസീലിയൻസ്, കേട്ടിട്ടുണ്ടോ? ഇല്ല. RESILENCE, റെസീലിയൻസ്.
RESCLINC, റെസീലിയൻസ്. പറഞ്ഞു തരാം എന്താണ്. 5 റിലൈങ് ഓൺ ഗോഡ്, RELY, റിലൈ ഓൺ ഗോഡ്. 5 കാര്യം. ഇനി എന്നെ നോക്കിയിരുന്നാൽ മതി. ഒന്നാമത്തത് റെഗുലർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് വേണമെന്നൊക്കെ പറയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ചിട്ടയായി ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാ ദിവസവും സ്കൂളിൽ പോവുക, എല്ലാ ദിവസവും ചെയ്യാനുള്ള ജോലികളൊക്കെ കൃത്യമായിട്ടൊക്കെ ഒന്ന് ചെയ്യുക, എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുക, എല്ലാ ദിവസവും പുസ്തകങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കുക, ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ റെഗുലർ ആവുക. ഇത് നമ്മുടെ വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. നമ്മൾ ചിലരൊക്കെ ഉണ്ട് പരീക്ഷ എടുക്കുമ്പോൾ പറയും വീട്ടിൽ ഇരുന്നങ്ങ് പഠിച്ചാൽ ഇനിയിപ്പം സ്കൂളിലൊന്നും പോകണ്ട എന്ന് പറയും. അത് നമ്മൾ റെഗുലർ അല്ല. എല്ലാ റെഗുലറായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ചില മെച്ചങ്ങളുണ്ട്. അവർക്ക് ജീവിതകാലം മുഴുവൻ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൊച്ചു കാര്യമാണ്. കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ഏറ്റവും നന്നായി ചെയ്യണമെന്നൊന്നും വരുന്നില്ല, പിന്നാലെ വരുന്നു. കൃത്യമായിട്ട് ക്ലാസ്സിൽ പോവുക, എല്ലാ പീരീഡിനും ടീച്ചർമാർ പറയുന്നതൊക്കെ വെറുതെ ഒന്ന് കേട്ടിരിക്കുക, ഹോംവർക്കൊക്കെ ചെയ്യുക, അതൊക്കെ നമ്മൾ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് റെഗുലർ. 2 റെഡിനെസ്. റെഡിനെസ് എന്ന് പറഞ്ഞാൽ നല്ല സന്നദ്ധരാണ്. പഠിക്കാനാണ്, പഠിക്കാൻ താല്പര്യം ഉണ്ടാകും. നിങ്ങൾ റെഡിനെസ് ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത് അല്ലേ? ഇന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ആദ്യം റെഡിനെസ് ഇല്ലായിരുന്നു, പിന്നെ കുറെ പേരുടെ തള്ളും കൊണ്ടപ്പോൾ റെഡിനെസ് ആയി. ഏതായാലും ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ എഴുതാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്തു എഴുതാൻ തുടങ്ങി. യു ആർ റെഡി ടു ഡു ദാറ്റ്. ദാറ്റ് ഈസ് റെഡിനെസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. 3ാമത് എന്താ എഴുതിയിരിക്കുന്നത്? ഏതാണ്? റൈറ്റ് ചോയ്സസ്. ശരിയായ തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റണം. പലയിടത്തും നമ്മൾ തോറ്റുപോകുന്നത് അങ്ങനെയാണ്. പരീക്ഷയ്ക്ക് ബ്രാക്കറ്റിൽ തിരഞ്ഞെടുത്തെഴുതാൻ പറയത്തില്ലേ? അതിലൊന്ന് തെറ്റിപ്പോയാൽ തീർന്നില്ലേ? റൈറ്റ് ചോയ്സ് എന്ന് പറയുന്ന അതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഏത് ഗ്രൂപ്പ് എടുക്കണം? ഒരു റൈറ്റ് ചോയ്സ് അല്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ പ്രശ്നം കിട്ടിയിട്ട് പോരാൻ പോകും. +2 പഠിക്കുന്നവരിങ്ങനെ ഓർത്തോണം, നിങ്ങളിനിയും നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ ആയിരിക്കണം? ആകാശത്തിരിക്കണോ, ഭൂമിയിലിരിക്കണോ, കടലിലിരിക്കണോ, വെള്ളത്തിൽ കിടക്കണോ, അതോ ചുമ്മാ കട്ടിലേക്ക് കിടക്കണോ? എന്ത് ആവണം എന്ന് തീരുമാനിക്കുന്ന കോഴ്സായി നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ +2 കഴിഞ്ഞിട്ട്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കുന്ന സമയം. അതാണ് റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അത് തെറ്റിപ്പോയാൽ തീർന്നു. നമ്മൾ 1 കൊല്ലം പഠിച്ചിട്ട് പറയുമോ ഞാൻ ഇനി ഈ കോഴ്സ് പഠിക്കുന്നില്ല, ഇട്ടിട്ട് പോവാന്ന് പറയും. അപ്പം റൈറ്റ് ചോയ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ പറ്റണം, കൃത്യമായി നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റണം. അതാണ് റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അടുത്തത് റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു വാക്കായിരിക്കും, പക്ഷേ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇരിക്കാന്ന് വിചാരിക്കും. ആ വെള്ളത്തിലേക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പി, അടപ്പുള്ള ഒരു കുപ്പി അങ്ങോട്ട് അമക്കി മുക്കി വെച്ചിട്ട് നമ്മൾ കൈയെടുത്താൽ എന്ത് സംഭവിക്കും? കുപ്പി മേലോട്ട് പൊങ്ങിപ്പോരും അല്ലേ? എന്തുകൊണ്ടാണ്? എന്താ അതിന്റെ പ്രിൻസിപ്പിൾ? ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാ കുപ്പി പൊങ്ങി വരുന്നത്? ഏത് പ്രിൻസിപ്പിളാ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലേ? വെരി ഗുഡ്. ബോയൻസി കൊണ്ടാണ് അത് പൊങ്ങി ഇങ്ങ് പോരും. അതിനാ പറയുന്ന റെസീലിയൻസ്. നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പഠിക്കും, പരീക്ഷ എഴുതും, പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ചില സമയത്ത് അപ്രതീക്ഷിതമായ ചില മുങ്ങലുകളൊക്കെ നമുക്ക് സംഭവിക്കും. ചില രോഗങ്ങൾ വരും, ചിലപ്പോൾ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളാകെ തകർന്നു നമുക്കൊന്ന് തോന്നലുണ്ടാവും. ചില തോൽവികൾ, ചില പരാജയങ്ങൾ, സങ്കടങ്ങളൊക്കെ വരുന്ന ആ മുങ്ങിയെടുത്തുനിന്ന് പൊങ്ങി വരാനുള്ള കഴിവ്, അതിന് പറയുന്ന പേരാണ് റെസീലിയൻസ്. പന്തൊക്കെ നല്ല റബ്ബർ ബോളൊക്കെ എറിഞ്ഞാൽ ആ എറിഞ്ഞിടത്തൊന്ന് തിരിച്ചിങ്ങ് പൊങ്ങി വരത്തില്ലേ? അതാണ്. എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും താൽക്കാലികമായ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നമ്മൾ എനർജി സമ്പാദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കണം. അതിന് പറയുന്ന പേരാണ് റെസീലിയൻസ്. അത് കുട്ടികൾ വളരെയേറെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വീട്ടിൽ അപ്രതീക്ഷിതമായൊരു മരണം ഉണ്ടാകും അല്ലേ? നമ്മൾ ആകെ തകർന്നു പോകും. ഇവിടെയാണ് റെസീലിയൻസിന്റെ പ്രാധാന്യം. അത് ദൈവനിശ്ചയമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്തേ പറ്റത്തുള്ളൂ. അവിടെ ആ തകർച്ചയിൽ നിന്ന് നമ്മൾ ഉയർന്നു പൊങ്ങി വരും. എനിക്ക് എന്നെ പഠിപ്പിക്കാൻ കൊണ്ടൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴായിരിക്കും പപ്പായ്ക്ക് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വന്നു, വലിയ പ്രയാസങ്ങൾ. അതോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കണം. ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. പരീക്ഷ തുടങ്ങുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് ഒരു രോഗം വന്നു. ചിക്കൻ പോക്സ് വന്നു, മഞ്ഞപ്പിത്തം വന്നു. നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ ആകെ മാനസികമായിട്ട് തകർന്നു പോകും. ആയിക്കോട്ടെ, അവിടെ നിന്ന് നമ്മൾ അടുത്ത അവസരത്തിലേക്ക് കരകയറും. അതിന് പറയുന്ന ക്വാളിറ്റിയാണ്. എന്താണ് പേര്? റെസീലിയൻസ്. മനസ്സിലായല്ലോ എന്താണ്?
അപ്പം ചില തോൽവിയൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം ജീവിതത്തിൽ. നമ്മൾ എല്ലാവരും പറയും ജയിക്കാനായി ജനിച്ചവൻ ഞാൻ നോക്കി. പക്ഷെ അപ്രതീക്ഷിതമായി ചില പരാജയങ്ങൾ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ടാവും. അപ്പം നമ്മൾ അവിടെ നിന്ന് കരകയറാൻ നമുക്ക് പറ്റുന്ന മാനസികമായ ഊർജം സംഭരിക്കാനുള്ള കഴിവുണ്ടാവും. ഏറ്റവും അവസാനത്തത് ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾക്കറിയാം എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുക, റിലേ ഓൺ ഗോഡ്. മനുഷ്യരിൽ ആശ്രയിച്ചാൽ എന്ത് നേടാൻ പറ്റും? താൽക്കാലികമായി ചില കാര്യങ്ങളൊക്കെ നേടാം. അതല്ലാത്തിടത്തോളം ആത്യന്തികമായി നമുക്ക് എന്ത് നൽകണമെങ്കിലും ദൈവത്തിനില്ലാതെ വേറൊരാൾക്ക് സാധിക്കത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് ട്യൂഷൻ കാണും, എല്ലാ കാര്യങ്ങളും കാണും. പക്ഷെ പരീക്ഷയുടെ തലേ അന്ന് രാത്രി ഒരു ഭയങ്കര പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം ആത്യന്തികമായി എല്ലാം നിശ്ചയിക്കുന്നത് ദൈവം തന്നെയാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള, വിധേയപ്പെടാനുള്ള ഒരു മനോഭാവം, എളിമയുടെ മനോഭാവം, ഈ 5 ഘടകങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത്. പരീക്ഷയാണെങ്കിലും ജീവിതമാണെങ്കിലും എന്താണ് അതിൽ ഒന്നാമത്തേത് റെഗുലർ എന്നുള്ളത് വിടാം. ഇപ്പം നമ്മൾ റെഗുലർ ആണെങ്കിലും ഇറഗുലർ ആണെങ്കിലും നമ്മൾ കഴിഞ്ഞു, നമ്മുടെ സമയം കഴിഞ്ഞ് പരീക്ഷ അടുത്തിരിക്കുകയാണ്. റെഡിനെസ്സിലേക്ക് വരാം. ആർ യു റെഡി ഫോർ ദ എക്സാമിനേഷൻ? യെസ് ആണോ? അതെ. റെഡിനെസ് ചിലപ്പോൾ നമുക്കില്ലാതെ വരും. നമ്മളെ പലതരത്തിലുള്ള ഭീഷണികളുണ്ട്. ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ ഓട്ട മത്സരം പോലെയാണ്. അതിന് തയ്യാറാണെന്ന് ചോദിക്കും. നമ്മളിപ്പം ട്രാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പം ഒരു ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്, ഓൺ യുവർ മാർക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഓടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണോ? അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വിചാരിക്കണോ വേറെ പണിയൊന്നുമില്ല, ചുമ്മാ ഓടി തോറ്റാ എന്നാ പറ്റും, ഓർക്കാൻ കൂടെ വയ്യ. വിലടുത്ത് ഓടുന്ന വഴിക്ക് മറിഞ്ഞ് വീണാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഒന്നും കാര്യമില്ല. ഓടുന്നവരൊക്കെ ഓടട്ടെ. നമുക്ക് ഈ സൈഡിലൊക്കെ പറ്റിക്കൂടി നിന്ന് എങ്ങനെയൊക്കെ അപ്പുറം ഫിനിഷിംഗ് പോയിന്റിൽ എത്താം. ഓടണമെന്നില്ലല്ലോ, നടന്നാണെങ്കിലും എത്താം എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് പരീക്ഷ എത്തിക്കഴിഞ്ഞു. മാർച്ച് 2 എന്തുപോലെ പരീക്ഷ ആരംഭിക്കുന്നുണ്ടോ? മാർച്ച് 4 9th. അതിന് മുമ്പ് പരീക്ഷ ആരെങ്കിലും ഉണ്ടോ? എന്നാണ് 2nd മാർച്ച് 2 തൊട്ട് തുടങ്ങുവാണ്. 2 ആഴ്ച കഷ്ടിച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. സ്പീഡിൽ ഓടിയാലേ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം നാം വി ഹാവ് ടു ബിക്കം റെഡി ഫോർ ദ എക്സാമിനേഷൻ. എങ്ങനെയാണ്? അതിന് തടസ്സം നിൽക്കുന്ന വല്ല ഘടകങ്ങളും ഉണ്ടെങ്കിൽ എടുത്തു കളയുന്നത്. 2 തരം ഭീഷണികളുണ്ട് നമ്മുടെ മുമ്പിൽ, എല്ലാവർക്കും ഉണ്ട്. ഒന്ന് ബാഹ്യമായിട്ടുള്ള കുറച്ച് ഭീഷണിയുണ്ട്, 2 ആന്തരികമായിട്ടുള്ള ഭീഷണിയുണ്ട്. അതിനെ ഒന്ന് കുറച്ച് എടുത്തു കളയാമെന്നുള്ള സത്യത്തിൽ നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഒക്കെ ഉദ്ദേശം തന്നെ. ബാഹ്യമായിട്ടുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ 1 ചില ആൾക്കാർ, 2 ചില സാധനങ്ങൾ, 3 ചില സ്ഥലങ്ങൾ. ഇത് 3 നമുക്ക് ഭീഷണിയായിട്ട് മാറാറുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ 1 നമ്മൾ പറയുകയാണ് എൻ്റെ വീട്ടിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല, ഞാൻ പഠിക്കുന്നില്ല എന്ന് തീരുമാനം എടുത്താൽ പഠിക്കാൻ പറ്റത്തില്ല. അതൊരു ബാഹ്യമായ ഭീഷണിയാണ്. എൻ്റെ വീട്ടിൽ പഠിക്കാൻ സാഹചര്യമില്ല എന്ന് പറയുന്ന ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഭീഷണിയാണ്. അത് അപകടമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാണും. ചില കുട്ടികൾ പറയും എൻ്റെ ടീച്ചറെ അച്ഛൻ എന്നാ വെള്ളവടിയാണെന്നറിയാം. വൈകുന്നേരം നമ്മളൊന്ന് കുളിച്ച് പഠിക്കാനായിട്ട് അവിടെ വന്നിരിക്കുമ്പോഴായിരിക്കും അച്ഛൻ ഇങ്ങോട്ട് വെള്ളം അടിച്ച് വന്നിട്ട് ഒരു ഉപദേശത്താൽ അങ്ങോട്ട് തുടങ്ങും. പിന്നെ അങ്ങോട്ട് വീട്ടിൽ ബഹളമാണ്, അമ്മയായിട്ട് പ്രശ്നം, വഴക്ക്, ബഹളം, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടുള്ള, എനിക്ക് മാത്രമായിട്ടുള്ള ഒന്നായിട്ട് നിങ്ങൾ കരുതി വിഷമിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം വീടുകളിലെയും കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു സാധാരണ പ്രശ്നമായിട്ട് കണ്ടാൽ മതി. അതിൻ്റെ ഒന്നും പേരിൽ നമ്മൾ തളരാൻ പാടില്ല. അതിനാണ് മുമ്പേ പറഞ്ഞ റെസീലിയൻസ് ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഭീഷണിയാക്കേണ്ട കാര്യമേ ഇല്ല. അച്ഛൻ കള്ളു കുടിക്കുന്നു, അമ്മ എപ്പോഴും വഴക്ക, അമ്മ എപ്പോഴും ശകാരം. എന്നാലൊരു കൊച്ചിനോട് പറഞ്ഞു ഈ അമ്മ കാരണം എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചാൽ അമ്മ എന്തെടുക്കും? എന്നെ പറഞ്ഞു അമ്മ അച്ഛനില്ല. എന്നിട്ട് പറയണം അമ്മ രാവിലെ, അമ്മയോട് ഞാൻ വൈകിട്ട് ചുമ്മാ കിടക്കാൻ നേരത്ത് പറയാം അമ്മ എന്നെ 5 മണിക്കൊന്ന് വിളിച്ചേക്കണം. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പറിനെ കുറിച്ച് ഞാനീ പറയും കേട്ടോ. എഴുന്നേക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോലെ ചുമ്മാ അമ്മയോട് പറയാം അമ്മ 5 മണിക്ക് എന്നെ ഒന്ന് വിളിച്ചേക്കണം. എപ്പോഴാണ്? 9 ആയപ്പോഴേ തൂങ്ങാൻ തുടങ്ങി. അപ്പം അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അമ്മ 5-നൊന്ന് വിളിച്ചേക്കണം. അപ്പം അമ്മ പറയും ശരിയെന്ന് പറയും. അപ്പം അമ്മയ്ക്ക് 5-ന് കൊച്ചിനെ വിളിക്കണമെങ്കിൽ അമ്മയുടെ ആ ആഗ്രഹങ്ങളും ഇഷ്ടവും സ്നേഹവും എല്ലാം കൊണ്ട് അമ്മ 4:30-ക്ക് അലാറം വെക്കും. അമ്മ 4:30-ക്ക് അലാറം വെച്ച് എഴുന്നേറ്റൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അമ്മ 4:30-ക്ക് അമ്മയുടെ മനസ്സിലുണ്ട് 5-ന് വിളിച്ചാൽ അവൻ്റെ ഉറപ്പ് 5-ന് എഴുന്നേക്കും. ഒരു കാര്യം ചെയ്യാം, 4:45 തൊട്ട് വിളി തുടങ്ങും. ഇവിടെ 5 എഴുന്നേക്കുന്നുണ്ട്. എഴുന്നേക്കോ നിങ്ങൾ ആരും അങ്ങനെ വിളിച്ചാൽ? നമ്മളങ്ങനെ എഴുന്നേക്കും അല്ലേ? നമ്മൾ എഴുന്നേക്കത്തില്ല, അവിടെ കിടക്കും. അപ്പം അമ്മ അവിടെ വന്നിരുന്ന് പിന്നെയും തോണ്ടി വിളിക്കും എഴുന്നേക്കടാ എന്ന് പറഞ്ഞു അവസാനം 5:30 ആകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കട്ടിലേൽ എത്ര സമയം ഇരിക്കും? അവിടെ ഒരു ഇരിപ്പല്ലേ,
അമ്മ അടുക്കളയിലോട്ട് കൊച്ചിനെ എഴുന്നേൽപ്പിച്ചല്ലോ, ഇനി എന്നാൽ അവനൊരു കാപ്പി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ ഇരുന്ന സ്ഥലത്തിരിപ്പുണ്ടാവും. കണ്ടു തുറന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, കഷ്ടിച്ച് അവിടെ ഇരിപ്പുണ്ട്. അന്നേരം അമ്മ പറയടാ, നീ മനസ്സിലാക്കുന്നില്ലടാ, നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്ന എന്തുമാത്രമാണെന്ന് അറിയത്തില്ലടാ, എഴുന്നേക്കടാ തെണ്ടി ചിക്കാരി തൻ്റെ അഹങ്കാരി അവൻ ഇരിപ്പ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സഹിക്കാൻ വേണം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്രഷ് പിടിച്ചൊരു നിപ്പാകട്ടോ. അതായത് നിപ്പ് തന്നെ അല്ലേ. ആ നിപ്പം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അമ്മേനെ സമനില വരും. പിന്നെ അമ്മ പറയും, ഇതുപോലെ വൃത്തിയിട്ട ഒരു തന്നെ എൻ്റെ ദൈവമേ, ഞാൻ ഇവൻ്റെ അമ്മ തന്നെ ആയി പോയല്ലോ എന്നെല്ലാം പറഞ്ഞ് കുറേ വഴക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു തരത്തിൽ അവൻ ആ ദേഷ്യം മുഴുവൻ അവൻ്റെ പല്ലിനിട്ട് തീർക്കും. അമ്മയ്ക്ക് പല്ലൊക്കെ തേച്ചിട്ട് അവൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അവൻ പഠിക്കാൻ വന്നിരിക്കുന്ന സമയം 6:30 മണിയാണ്. അങ്ങനെ 5 മണിക്ക് അമ്മ എഴുന്നേക്കാൻ പറഞ്ഞതാണ്. അമ്മയെ വിളിച്ച് എഴുന്നേപ്പിച്ച് 6:30 അവൻ പഠിക്കാനിരുന്നു. പിന്നെ ഇച്ചിരി പഠിച്ചേക്കാം എന്ന് വിചാരിച്ച്, നല്ല സമയമല്ലേ രാവിലത്തെ സമയം, ഇരുന്നപ്പോൾ അമ്മ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ ആയിട്ട് അവനെ കൊണ്ട് കൊടുത്തിട്ട് എന്നാണെന്നറിയാം, അമ്മമാർക്കൊക്കെ വലിയ സന്തോഷം. നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ നിങ്ങളെ നോക്കിയിരിക്കാം, വല്ലാത്തൊരു നിർവൃതിയാണ് കേട്ടോ. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളെ അങ്ങനെ പഠിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ നിങ്ങൾ ആരും ഇരുത്താറില്ല, ഓടിച്ചു അല്ലേ. പാവപ്പെട്ട അമ്മയും അങ്ങനെ ഈ കൊച്ചിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് ഈ കാപ്പി ഇങ്ങോട്ട് അവനടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അമ്മയുടെ അതുവരെയുള്ള പ്രശ്നമൊക്കെ മാറി അമ്മ പറയാണ്, എൻ്റെ പൊന്നുമോനെ നീ പഠിക്കുന്നവടാണ്, നിനക്കറിയാവോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയത്. ഞാൻ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് ഇവിടെ കാല് കുത്തിയപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാവോടാ മോനെ എന്ന് പറഞ്ഞ് പിന്നെ അവരുടെ ഒരു 17 വർഷം നീളുന്ന ദുരന്ത കഥ അങ്ങോട്ട് തുടങ്ങി. നിന്റെ അപ്പൻ ആരാന്നറിയായിരുന്നോടാ, നിന്റെ അപ്പൻ്റെ വീട്ടുകാരെന്നോട് എന്താ ചെയ്യുന്നറിയാടോ എന്നൊക്കെ പറഞ്ഞാൽ കഥ പറയും. ഇടയ്ക്കിടയ്ക്ക് ഒരു സെൻറ്റൻസ് കൂട്ടിച്ചേർന്നു. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ നീ പഠിക്കണേടാണ്. അങ്ങനെ പറഞ്ഞു ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴും പറയും, എൻ്റെ തള്ള എഴുന്നേറ്റ് പോകുന്നുണ്ട്, എത്ര നേരമായി നിങ്ങൾ തുടങ്ങിയിട്ട്. ഒപ്പം അമ്മ നെഞ്ചത്തിനിട്ട് ഒറ്റ അടിയാണ്, എന്തായാലും നീ എന്നെ തള്ളയെന്ന് വിളിച്ച് കളഞ്ഞില്ലേടാ. അതോടെ അന്നത്തെ പഠിത്തം കഴിഞ്ഞു. ദിവസേന ഈ നാടകം ഇങ്ങനെ ആരംഭിക്കുകയാണ്, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ പറഞ്ഞു, ഈ അമ്മ കാരണം സാറിന് എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമാണെന്നറിയാം, സ്നേഹമാണെന്നറിയാം, പക്ഷെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് പഠിക്കാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ ഭാവിയിൽ ആത്മാർത്ഥമായി ആഗ്രഹമുള്ള ചില ആൾക്കാരുള്ളതുകൊണ്ട് അവരിങ്ങനെ ഇടപെടുന്നതാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. അങ്ങനെ നിരന്തരമായി നിങ്ങളെ വഴക്ക് പറയുന്ന ശകാരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെ പറഞ്ഞേക്കണം. നിങ്ങൾക്ക് അത് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല. ഇങ്ങനെ പറയണം, അമ്മ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ പഠിക്കാൻ പോകും, 1 മണിക്കൂർ നേരത്തേക്ക് അമ്മ എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറയുകയും ഇരുന്ന് പഠിക്കുകയും കൂടി ചെയ്യും. ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ അമ്മ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ വേറെ കലാപരിപാടിയിലായിരിക്കും. അപ്പോൾ പിന്നെ അമ്മ ഇടപെടും അല്ലേ. അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള ധാർമ്മികത ഉണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം. അമ്മ പൊക്കോ, പറഞ്ഞതൊക്കെ മനസ്സിലായി, ഞാനിരുന്ന് പഠിക്കാൻ പോവാം, അമ്മ പോയി അമ്മയുടെ ജോലി നോക്കാൻ പറയണം, അമ്മ പൊക്കോളും, നിങ്ങളിരുന്ന് പഠിക്കുകയും. വീട്ടിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ചില കുട്ടികൾ പറയും പഠിക്കാൻ എന്തോന്ന് ഒരു മുറി പോലും ഇല്ല, പഠിക്കാൻ മുറി വേണം. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. പഠിക്കാൻ അത്യാവശ്യം ഇച്ചിരി വായു സഞ്ചാരമുള്ള ഒരു സ്ഥലവും ഇച്ചിരി വെളിച്ചമൊക്കെ മതി, അതിന് മുറിയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങളെ ഒതുക്കാൻ വേണ്ടി ചില രക്ഷാകർത്താക്കളൊക്കെ പറയും, ഇതാണ് എൻ്റെ സ്റ്റഡി റൂം, ഇവിടെ ഇരുന്നോളാൻ പറയും, അവിടെ ഇരുന്ന് പോകണ്ടേ. അതിനായിട്ട് സാമ്പത്തിക സൗകര്യമൊക്കെ ഉള്ളവർ ചിലപ്പം വീടിൻ്റെ ഒരു മുറിയൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിരിക്കും. അല്ലാത്തിടത്തോളം പഠിക്കാൻ കൃത്യമായൊരു മുറി വേണമെന്നൊന്നുമില്ല, ശല്യമില്ലാത്തൊരു സ്ഥലം വേണമെന്നുള്ളത് നമ്മൾ പിന്നാലെ പറയും എങ്ങനെ ആവണമെന്നുള്ളത്. അത്തരത്തിലുള്ള വ്യക്തികൾ ഏതെങ്കിലും തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. പഠനത്തിന് തടസ്സമായ മറ്റേതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, അവധി കൊടുത്തേക്കണം, പരീക്ഷ കഴിയുന്നിടം വരെ ഒഴിവാക്കണം എന്നുള്ളതാണ് ശരി. അത് പറ്റുന്നില്ലെങ്കിൽ അവധിയെങ്കിലും കൊടുത്തേക്കുക. കാരണം കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട്, പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് കെമിസ്ട്രിയുടെ പുസ്തകം ഇങ്ങനെ എടുക്കുമ്പോൾ പുസ്തകത്തിൻ്റെ വിഷയം തന്നെ രസതന്ത്രമെന്നാണ്, പക്ഷേ ഉണ്ടല്ലോ ടീച്ചറെ ഇങ്ങനെ അതിലെ പടമൊന്നും അല്ല കാണുന്നു. പിന്നെന്തോന്നാ കാണുന്ന കെമിസ്ട്രി പുസ്തകത്തിൽ? അത് വേറെ ഒരു പയ്യൻ്റെ മുഖം ഇങ്ങനെ പുസ്തകത്തിൽ പഠിക്കാനിരിക്കുമ്പോഴേ ഒരു പയ്യൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുവാണ്. അപ്പോൾ ആകെ ഡിസ്റ്റർബ് ആവും, അന്നേരം ഒന്നും പഠിക്കാൻ പറ്റുന്നു. അപ്പം അത്തരത്തിലുള്ള നമ്മുടെ ചിന്തകളെ ശല്യപ്പെടുത്തുന്ന പഠനത്തിന് തടസ്സമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ട്. ഒന്ന് ലീവ് കൊടുത്തേക്കണം കേട്ടോ, 2 മാസത്തേക്ക് ലീവ് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നല്ല എളുപ്പം, മുറിച്ച് കളയാൻ പിന്നെ എളുപ്പം. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ ഒഴിവാക്കുക. 2 ചില വസ്തുക്കൾ ഞാൻ പറഞ്ഞു, ചില വസ്തുക്കൾ തടസ്സമാണ്. വസ്തുക്കൾ തടസ്സം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തേതാണ് ടെലിവിഷൻ. ടെലിവിഷൻ്റെ മുമ്പിൽ പോയത് സമയം കളയുന്ന ശീലമുണ്ടെങ്കിൽ അവധി കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞല്ലോ 1 മാസം കഷ്ടപ്പെട്ടാൽ മതി. ഇനി 1 മാസം കഷ്ടപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഫലം വളരെ വലുതാണ്. ഇതുവരെ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ നിങ്ങളെല്ലാം ചെയ്തില്ലേ, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ആവശ്യമില്ലാതെ വല്ലപ്പോഴും പോയൊരു
വൈകുന്നേരങ്ങളിൽ ഒരു കോമഡി പ്രോഗ്രാമോ വാർത്ത കാണുകയോ ഒക്കെ ചെയ്തു, പ്രശ്നമില്ല. പക്ഷെ മണിക്കൂറുകളോളം ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അവസാനിപ്പിക്കുക. 2 മൊബൈൽ ഫോൺ ഏറ്റവും വലിയ ശല്യമാണ്. ചില പിള്ളേർ പറയുന്നത് മൊബൈൽ ഓൺ ചെയ്ത് പാട്ട് കേട്ടോണ്ട് പഠിക്കുക എന്നാണ് പറയുന്നത്. പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധ എത്ര വഴിക്ക് പോകണം, ഏതായാലും മനുഷ്യൻ്റെ ശ്രദ്ധ 2 തരത്തിൽ പോകണം. ഒന്ന് പുസ്തകത്തിലെ കാര്യം വായിക്കണം, 2 ചെവി എവിടാണ്, പാട്ടിലാണ്. അതുകൊണ്ടല്ലേ പാട്ട് നിന്നാ പറഞ്ഞ അടുത്ത പാട്ട് നമ്മൾ എടുത്തിടുന്നത്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ വിഭജിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. ചിലർ പറയും പാട്ട് കേട്ട് പഠിച്ചാലേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ ഒരു കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഒരു ശീലമായി മാറി എത്തിപ്പെടാമെങ്കിലും നമ്മുടെ ഈ പ്രായത്തിൽ ഒരിക്കലും പഠനത്തിന് പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു അനുകൂല ഘടകമാകണമെന്നില്ല. അതുകൊണ്ട് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അധികം പേർക്ക് ഉണ്ടാവും എന്നെനിക്കറിയാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടേ പഠിക്കാവൂ. അല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് അതാണ്. ചില കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മമാരെ പറ്റിക്കാൻ വേണ്ടി പറയും, ഒരു ഡൗട്ട്, ഞാൻ അവനെ ഒന്ന് വിളിച്ചോട്ടെ അവളെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഉടനെ ഓണാക്കി പിന്നെ സംസാരവും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 1-1.5 മണിക്കൂർ ഒറ്റ ഇരിപ്പിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ സമയത്ത് അത് മാറ്റി വെക്കണം. ഫോൺ ഇരിക്കുന്നിടത്ത്, TV ഇരിക്കുന്നിടത്ത് ഒന്നും ഇരുന്ന് പഠിക്കാനേ പാടില്ല. ഇത്തരത്തിലുള്ള വസ്തുക്കൾ, ചിലർക്ക് അടുക്കളയിൽ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്നാക്സ് ഇരിക്കുന്ന പാത്രങ്ങൾ, അതൊരു വലിയ ബലഹീനതയാണ്. അതല്ല പഠിത്തമല്ല ഇരിക്കുന്നത്. ഒരു പാട്ട തീർന്നു കഴിയുമ്പോഴത്തേക്കും പറയും പഠിച്ചു. ഒരു കൂടി മിക്സർ കഴിയുമ്പോൾ പറഞ്ഞാൽ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞു, പിന്നെ അടുത്തത് വരണം. അപ്പോൾ അതൊരു ബാഡ് ഹാബിറ്റാണ് കേട്ടോ. നമ്മുടെ പഠനത്തിനൊരു ഒരിക്കലും സഹായമല്ല, തടസ്സമാണ് അത് ചെയ്യുന്നത്. അത്തരത്തിലുള്ള അതുമായിട്ടുള്ള സമ്പർക്കങ്ങൾ കുറയ്ക്കണം. ഇനി ചില സ്ഥലങ്ങൾ ആൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചാണ് വൈകിട്ട് ആ മുക്കിലെ ബേക്കറിയിലൊന്നും പോയില്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ ചില പ്രത്യേക സ്പോട്ട് ഉണ്ട്, അവിടെ ചെന്ന് 5-6 പേരും ഒക്കെ ആയിട്ടൊന്ന് കൂടി ഒരു വട്ടം കറക്കോ കറക്കിയില്ലേ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല കാര്യം, മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ മാസക്കാലത്തേക്ക് ഒഴിവാക്കാൻ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഒരു മാസക്കാലത്തേക്ക് അതുപോലെയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. സിനിമാ തിയേറ്ററിൽ പോയി സിനിമയൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, ഒരു മാസത്തേക്ക് അവധി കൊടുക്കുക. ഏത് സിനിമ വരെ കണ്ടു? വരെ കണ്ടോ? കണ്ടില്ലേ? നമുക്ക് അവധിക്കാണ് കേട്ടോ. കണ്ടെങ്കിൽ പിന്നെ ഉടനെ പുതിയ സിനിമയൊന്നുമില്ല, നമുക്ക് ഒരു മാസത്തേക്ക് അവധി കൊടുക്കാം. സിനിമാ തിയേറ്ററിൽ പോകേണ്ട എന്ന് വെച്ചേക്കുക. അപ്പം ബാഹ്യമായിട്ടുള്ള ഇത്തരം ചില ഭീഷണികൾ ഒഴിവാക്കുക, അത് എളുപ്പമാണ് കേട്ടോ. ഇച്ചിരി ഒരു ആത്മനിയന്ത്രണം പാലിച്ചാൽ ഒഴിവാക്കാൻ പറ്റും. ഇനിയുള്ള അടുത്ത ഭീഷണി എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം ചില ഘടകങ്ങളുണ്ട്, ഇന്റേണൽ ത്രെറ്റ്സ്. നമ്മളിൽ തന്നെ ചില ഭീഷണികളുണ്ട്. ഉദാഹരണത്തിന്, എപ്പോഴും അസുഖമുള്ള ഒരാളാണ് ഞാൻ എന്ന് വിചാരിക്കുക. എനിക്ക് പഠിക്കാനിരുന്ന ഉടനെ എന്ത് സംഭവിക്കും? പഠിക്കാനിരുന്ന ഉടനെ ഉറക്കം വരിക, പഠിക്കാനിരുന്ന ഉടനെ ഇങ്ങനെ കോട്ടുവായി ഇട്ടുകൊണ്ടേയിരിക്കുക. അത് ആ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. രാവിലെ ആണെങ്കിലും കൊള്ളാം, ഉച്ചയ്ക്കാണെങ്കിലും കൊള്ളാം, ഇങ്ങനെ കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കുക. അതൊന്നും അസുഖമല്ല കേട്ടോ, താല്പര്യക്കുറവ് കൊണ്ട് വരുന്നതാണ്. അസുഖം എന്ന് പറയുന്നത് അങ്ങനെയല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നിരന്തരമായിട്ട് അങ്ങ് തുമ്മൽ, ചിലർക്ക് അങ്ങനെ അസുഖം ഉണ്ടാകാറുണ്ട്. പനി, വിട്ടുമാറാത്ത പനി, ശ്വാസം മുട്ടലിൻ്റെ അസുഖങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളുള്ളവരുണ്ട്. അതൊരു ഭീഷണിയാണ്. നമ്മുടെ പഠനത്തെ നമുക്കൊരു മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം തുടർച്ചയായിട്ട് ഇന്ന് പഠിക്കാനൊക്കെ പറ്റാതെ വരും. അതിന് കൃത്യമായി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു രോഗവും നമ്മുടെ പഠനത്തിന് തടസ്സം നിൽക്കാൻ പാടില്ല. അതിനെ തോൽപ്പിക്കാൻ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആന്തരികമായ നമ്മളിൽ തന്നെ ഉള്ള ഒരു ഭീഷണി തന്നെയാണ്. അത് മരുന്നുകൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. മരുന്നുകൊണ്ട് പോലും മാറ്റാൻ പറ്റാത്ത ചില ചിന്തകളുണ്ട്, നമ്മുടെ ചില അപകർഷതാ ബോധങ്ങൾ. ഞാൻ വിചാരിക്കുകയാണ്, 9ാം ക്ലാസ്സിലൊക്കെ ഞാൻ എന്തുമാത്രം മരിച്ചു പഠിച്ചതാണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. പ്രതീക്ഷിച്ചതിന് പകുതി മാർക്ക് പോലും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കിനും വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ എത്ര പഠിച്ചാലും മാർക്ക് കിട്ടത്തേയില്ല. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതാണ് ഏറ്റവും വലിയ ഭീഷണി. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, എന്നാലും നീ അവളെ നോക്കിയേടി, അവൾ എന്തൊരു മിടിക്കുക, എല്ലാത്തിനും A+. നീ എല്ലാത്തിനും മേടിച്ചില്ലെങ്കിൽ ഒരു 5 എണ്ണത്തിനേലും മേടിക്കും. നിന്റെ ചേട്ടനെ കണ്ടില്ലേ, അവന് കഴിഞ്ഞ പ്രാവശ്യം 10 എണ്ണം മേടിച്ചതാണ്. നിനക്ക് എന്തായാലും 10 എണ്ണം കിട്ടത്തില്ലെന്ന് എനിക്കറിയാം, നീ ഒരു 8 എണ്ണമെങ്കിലും മേടിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഈ താരതമ്യപ്പെടുത്തിയുള്ള സംസാരങ്ങൾ പറഞ്ഞുണ്ടല്ലോ, നമ്മളിൽ അറിയാതെ ചില അപകർഷതാ ബോധങ്ങളുണ്ടാകും. എനിക്ക് ഒരു കാരണവശാലും അത്ര എത്തിപ്പെടാൻ പറ്റത്തില്ലെന്നുള്ള ചിന്ത, അത് നമ്മളിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ പിന്നെ കരകയറാൻ വലിയ പാടാണ്. അതുകൊണ്ട് ആന്തരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ ഒഴിവാക്കണം. ഇതൊരു അപകർഷതാബോധമാണ്. ചിലരെ സംബന്ധിച്ച് അപകർഷതാബോധത്തിൻ്റെ ഓപ്പോസിറ്റ് കയറി പിടിക്കും. അതെന്നാണെന്നറിയോ? ഗോഡ് കോംപ്ലക്സ് എന്ന് പറയും. ഗോഡ് കോംപ്ലക്സ് കേട്ടിട്ടുണ്ടോ? ഞാനൊരു വലിയ സംഭവമാണ് കേട്ടോ,
എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് പൊതുവെ പെൺകുട്ടികൾ ഇച്ചിരി അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ആൺപിള്ളേരുണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചു എന്ന് പറയും, എല്ലാം പഠിച്ചു. പിന്നെ എപ്പോഴേ പഠിച്ചു, സംശയം വല്ലതും ഉണ്ടോ? ഒരു സംശയമില്ല, എനിക്കെല്ലാം അറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് കിട്ടിയാൽ മതി, ഞാൻ എഴുതും. ഞാനൊരു ദൈവത്തിന് സമാനമാണെന്ന് പറയുന്നതാണ് ഗോഡ് കോംപ്ലക്സ്. ഒരുതരം സുപ്പീരിയോറിറ്റി അങ്ങ് അമിതമാവുന്നു. അപ്പം അങ്ങനെ വന്നാലും അപകടമാണ്, പഠിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് മാനസികമായി നമ്മെ തളർത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുക. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെസീലിയൻസ്, ദൈവത്തിൽ ആശ്രയിക്കുക, ഉള്ളിൽ തീരുമാനം എടുക്കുക. ഇതൊക്കെ അവൻ ഇരുന്നോട്ട് ഒരു കടലാസിലൊന്ന് എഴുതി നോക്കണം, എന്തൊക്കെയാണ് എൻ്റെ തടസ്സങ്ങൾ, എനിക്ക് പഠിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ എന്തൊക്കെ. എന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തരുന്ന അതാണ്. ഒരു കടലാസ് എടുക്കുക, അതിലൊന്ന് എഴുതി നോക്കുക, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എന്തൊക്കെയാണ് തടസ്സം. 1, പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരും. 2, എപ്പോഴും ടി വി കാണണമെന്ന് തോന്നും. 3, മൊബൈൽ ഫോൺ ചെയ്യണമെന്ന് തോന്നും. 4, എന്തോന്നാ 4 ഒരെണ്ണം പറഞ്ഞു, ഏതാണ് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ഏതാ ഫേസ്ബുക്ക്. അയ്യോ ഞാൻ വിട്ടുപോയി കേട്ടോ, സോറി. ഫേസ്ബുക്കിൽ എത്ര ലൈക്ക് വന്നിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാനത് പറയാനേ മറന്നു, ഓർപ്പിച്ചതിനായിരുന്നു അല്ലേ. ഇപ്പൊ ഫേസ്ബുക്കിൽ വേണേ ഒരു പോസ്റ്റിംഗ് ഇന്നങ്ങ് നടത്തിക്കും. പരീക്ഷ ആയതുകൊണ്ട് തൽക്കാലം വിട, ഞാൻ ഇത്ര ദിവസത്തിന് ശേഷമേ ഇനി പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എന്നും പറഞ്ഞ് വേണേൽ നിങ്ങൾ ഒരെണ്ണം പോസ്റ്റ് ചെയ്യും കേട്ടോ. എന്നാലും അതൊരു വലിയ അഡിക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തടസ്സങ്ങൾ എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. ആ തടസ്സങ്ങളെ ഒഴിവാക്കാൻ തീരുമാനം എടുത്തു കഴിയുമ്പോൾ നമ്മൾ റെഡിയായി. അപ്പോഴാണ് നമ്മൾ ട്രാക്കിൽ ഓടാൻ ഒരു ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞു. ബി റെഡി, ഐ ആം റെഡി ഫോർ ദ എക്സാമിനേഷൻ എന്ന് 10 തവണ മനസ്സിൽ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയായി. മനസ്സിനെ അങ്ങനെ തയ്യാറെടുത്ത് കഴിഞ്ഞ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി പഠിക്കണം അല്ലേ. പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നാം ആദ്യം ചെയ്യേണ്ടത്, നാം ഇതുവരെ പഠിച്ചതിനെ കുറിച്ച് ഒരു സെൽഫ് അനാലിസിസ് നടത്തണം. വർഷം അവസാനിച്ച് പരീക്ഷ അടുത്തു. സെൽഫ് അനാലിസിസ് നടത്തുമ്പോൾ 3-4 തരം ആൾക്കാരുണ്ട്. 1, അങ്ങനെ ഞാനിപ്പോൾ പറയുന്ന ഓരോ തരത്തിലും പറയുമ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടവരൊന്ന് കൈ പൊക്കണം കേട്ടോ. ഞാൻ എല്ലാം പഠിച്ചു കേട്ടോ. മോഡൽ പരീക്ഷ ആയപ്പോൾ തന്നെ ഞാൻ എല്ലാം ഏകദേശം പഠിച്ചു. കൊച്ചു ചില സംശയങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഏകദേശം എല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആത്മവിശ്വാസമുള്ളവരൊന്ന് കൈ വരും. പൊങ്ങണം കൈ കേട്ടോ, തലയെ കൊണ്ട് വെച്ചാൽ കൈ പൊങ്ങുകയല്ല. ഓക്കെ, മോനെ എത്രയാണ് മോനെ പഠിക്കുന്നത്? ആ കൈ പൊക്കിയ മോൻ 8ാം ക്ലാസ്സിലാണ് കേട്ടോ. 10, 12 ഒക്കെയാണ് നമ്മൾ പറയുന്നത് വലിയ ആഗോള പരീക്ഷയാണ് പറയുന്നത്. അതിലുള്ള ആരും കൈ പൊക്കിയിട്ടില്ല. അവരെ ഏതാണ്ട് ഡിസംബർ ആയപ്പോഴേ മൊത്തം പഠിപ്പിച്ചതാണ്. പല പരീക്ഷകൾ നടത്തിയതാണ്. പിന്നെ മോഡൽ പരീക്ഷ നടത്തിയതാണ്. പേരൻസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി എല്ലാ ഉപദേശവും തന്നതാണ്. എന്തുമാത്രം സമയം തന്നാണ്. എന്നിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല. പോട്ടെ, അടുത്ത കൂട്ടം ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഈ സ്റ്റഡി ലീവിന് ഞാൻ കുറച്ച് ദിവസം ഇരുന്ന് മനക്കെട്ടൊന്ന് പഠിച്ചാൽ വെക്കും. ഒന്ന് ഓടിച്ചൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അത്രേ പഠിക്കാനൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളവരൊന്ന് കൈപൊക്കി. ഓക്കെ, വെരി ഗുഡ്. ശരി, ഒറ്റ ചോദ്യത്തിന് കൈ പൊക്കാൻ പറ്റുന്ന ആലോചിച്ച് വരുവാണെങ്കിൽ കള്ളത്തരം കേട്ടോ. 3ാമത്തേത്, ഞാൻ ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്നതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഏതാണ്ടൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. ഇനിയും വേണം ഇരുന്നൊന്ന് പഠിക്കാൻ. അങ്ങനെയുള്ളവരൊന്ന് കൈ വെക്കുക. ആ കൊള്ളാം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരും അമ്മമാരും ഒക്കെ വേഗം കൈ താത്തിട്ടു. സത്യമാണല്ലോ, ഒന്നുമല്ലെങ്കിലും പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന അധ്യാപകരും അമ്മമാരും ഒക്കെ സത്യം മനസ്സിലാക്കിക്കോളൂ. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ഇനി ഒരു കൂട്ടരും കൂടെ ഉണ്ട് കേട്ടോ. അവർ ശരിക്കും സത്യസന്ധരാണെങ്കിൽ അത് പറയത്തില്ല, അല്ലേ? അവർ പറയത്തില്ല ഞാനൊന്നും പഠിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇനി വേണം പുസ്തകമൊക്കെ ഒന്ന് എടുത്ത് കാണാൻ. അങ്ങനെയുള്ളവരുടെ കൈ വെക്കും. വെരി ഗുഡ്. അതിലുണ്ട് നമ്മുടെ ആൾക്കാർ. ഓക്കെ, എങ്ങനെയാണെങ്കിലും പഠിച്ച് പരീക്ഷ എഴുതണോ? പരീക്ഷ എഴുതണം എന്ന തീരുമാനം ഉണ്ടല്ലോ എല്ലാവർക്കും. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമുക്ക് പഠിക്കാം. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ കൈപൊക്കി എല്ലാവരിലും കോമൺ ഫാക്ടറായിട്ടുള്ളൊരു ഘടകവും ചില കാര്യങ്ങൾ ഇപ്പോഴും അറിഞ്ഞുകൂടാ അല്ലേ. കുറച്ചൊക്കെ പഠിച്ചു, ചില വിഷയങ്ങൾ, ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പോഴും പ്രയാസത്തിൽ നിൽക്കുവാണ്. ബാക്കിയൊക്കെ പഠിച്ചു എന്ന് പറയുന്നു, പഠിച്ചില്ല എന്ന് പറയുന്നു, എന്തെങ്കിലുമൊക്കെ ആയിപ്പോഴും. അപ്പം പഠിക്കാൻ തീരുമാനം എടുക്കുന്നുണ്ടല്ലോ എല്ലാവരും. ഉണ്ടോ? ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കാമെന്നുള്ള ഞാൻ പറയാൻ പോകുന്നത്. പഠിക്കാൻ തീരുമാനം എടുത്തോ? റെഡിനെസ് ആയോ? യെസ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുമല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഓട്ട മത്സരത്തിൽ ട്രാക്കിൽ ഓടാൻ നിൽക്കുന്നതിന് സമാനമായി നമ്മൾ നിൽക്കുകയാണ് റെഡിയായി.
ഇനി നമ്മൾ ചെയ്യേണ്ടത് പഠിക്കാനുള്ള ആ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി, മലയാളം, ഹിന്ദി, ഏതാണ്, ഇംഗ്ലീഷ്, ബയോളജി, എല്ലാ വിഷയങ്ങളും താഴോട്ട് ലിസ്റ്റ് ചെയ്യണം. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? എൻ്റെ തടസ്സങ്ങളൊക്കെ ഒരു കടലാസെ കുറിക്കണം. കുറിച്ചിട്ട് ഓരോ തടസ്സത്തിനെ ഒന്ന് വെട്ടി നിരത്തിയേക്കണം. ഒപ്പിച്ചു, ഈ തടസ്സം ഞാനിപ്പം ജയിച്ചിരിക്കുന്നു പറഞ്ഞ് വെട്ടിക്കളയണം. രണ്ടാമത്തെ ഹോംവർക്കാണ് ഈ പറഞ്ഞത്. സബ്ജക്റ്റ് താഴോട്ട് എഴുതുക. താഴോട്ട് എഴുതിയിട്ട് മുകളിൽ മുതലുള്ള ഓരോ സബ്ജക്റ്റും എടുത്തിട്ടൊന്ന് നോക്കണം. മാത്തമാറ്റിക്സ് എന്താ എൻ്റെ അവസ്ഥ, എത്രമാത്രം അറിയാം? 100-ലാണെങ്കിൽ എത്ര മാർക്കിന് ഞാൻ പഠിച്ചിട്ടുണ്ട്? അവിടെ ഒരു നമ്പർ എഴുതുക, ഒരു ഡിജിറ്റ് എഴുതി വെച്ചേക്കണം. വേറെ ആരെയും കാണിക്കണ്ട, സത്യസന്ധമായിട്ട് എഴുതിയാൽ മതി. 0-നും എത്രയ്ക്ക് ഇടയ്ക്ക് വരും? 100-നും ഇടയ്ക്ക് വരാൻ സാധ്യത കുറവല്ലേ? ഒരു 90-നും ഇടയ്ക്കൊരു മാർക്ക് അവിടെ. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എല്ലാം നോക്കി. ശരി, എല്ലാം നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു വെളിപാട് കിട്ടും. എവിടെയാണ് മാർക്ക് കുറച്ച് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്? ആ വിഷയങ്ങളാണ് ഞാൻ ഇനിയും കൂടുതൽ പഠിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി വേണം ഞാനിനി കൂടുതൽ സമയം മെനക്കണം. അതൊന്നാമത്തെ കണ്ടെത്തൽ. രണ്ടാമതായിട്ട് ഇനി മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് എടുക്കണം. ടെക്സ്റ്റ് എടുത്തിട്ട് ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, എത്ര ചാപ്റ്റർ ഉണ്ട് 10ാം ക്ലാസ്സിൽ? എത്ര ചാപ്റ്റർ ഉണ്ട്? 11. ഏത് സിലബസിലാണ്? കേരള സിലബസ്. 11 ചാപ്റ്റേഴ്സ്. ഓരോ ചാപ്റ്ററും എഴുതി വെക്കണം. വെച്ചിട്ട് ഇതിൽ ഏത് ചാപ്റ്ററാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തതെന്ന് വീണ്ടും ടിക്ക് ചെയ്യുക. പിന്നെ ഫിസിക്സ് എടുക്കുക. ഫിസിക്സിന്റെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 ഏത് ചാപ്റ്ററാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് ടിക്ക് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി എളുപ്പമാണ്. എവിടെയാണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ഏത് വിഷയമാണ്, ഏത് ചാപ്റ്ററാണ് കൂടുതൽ ടിക്കറ്റ് വന്നിരിക്കുന്നത്, അതിനാണ് ഞാൻ കൂടുതൽ സമയം പഠിക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. ചെയ്യുമോ? അത്രയും ചെയ്താലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ സമയം കണ്ടെത്തണം. സ്റ്റഡി ലീവായോ? മോഡൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കും അല്ലേ? കഴിഞ്ഞല്ലോ. അപ്പോൾ ഫുൾ ടൈം വീട്ടിലല്ലേ? യെസ്. എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും? ഇനി നമ്മൾ സമയം, പഠിക്കേണ്ട വിഷയം കിട്ടി, പഠിക്കേണ്ട ചാപ്റ്റർ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള സമയം കണ്ടെത്തണം. എത്ര സമയമുണ്ട്? ആദ്യം ഒരു ദിവസം എത്ര മണിക്കൂറാണ് സാധാരണ? 24. എത്ര മണിക്കൂർ വേണം ഉറങ്ങാൻ? എത്ര? 8, 6, 9, 12 മണിക്കൂർ വേണം. അത് വേണ്ടല്ലോ ഏതായാലും. ശരിയാണ്. നമ്മളിനി രാവിലെ 5:00 എഴുന്നേറ്റെന്ന് വിചാരിക്കും. 5:00 എഴുന്നേറ്റു, 10:00 കിടന്നു. ഞാനൊരു ഫ്ലെക്സിബിൾ ടൈം ടേബിളാണ് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം, അതനുസരിച്ച് മാറ്റം വരുത്താം. രാവിലെ 5:00 എഴുന്നേറ്റു, 10:00 കിടക്കുന്ന ആൾ 5:30 മുതൽ 10:30 വരെ എത്ര മണിക്കൂറുണ്ട് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. നമുക്ക് കണക്കറിയാമോ? സിമ്പിൾ മാത്തമാറ്റിക്സ്. 5:00-ക്കും 10:00-ക്കും രാത്രി 10:00-ക്കും ഇടയ്ക്ക് എത്ര മണിക്കൂർ ഉണ്ടാകും? 5:30 മുതൽ 12 മണി വരെ എത്ര മണിക്കൂറുണ്ട്? ഉച്ചയ്ക്ക് 12 മണി വരെ. രാവിലെ 5:30 മുതൽ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേര് 5:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 6.5 മണിക്കൂർ അല്ലേ? ആണോ? ഉച്ചയ്ക്ക് 12 കഴിഞ്ഞു, രാത്രി 10:30 വരെ എത്ര മണിക്കൂറുണ്ട്? വീണ്ടും 10.5 മണിക്കൂർ. ആണോ? 10-യും 6-യും കൂടെ കൂട്ടിയാൽ എത്ര മണിക്കൂറുണ്ട്? 17 മണിക്കൂർ. നിങ്ങൾ ആരും ദയവായി 17 മണിക്കൂർ പഠിക്കരുത് കേട്ടോ. ഒരു കാരണവശാലും പഠിക്കരുത്. നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ടേ? എത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കും? 3, 4, 5 എത്രയും വാട്ട് കേട്ടോ. എല്ലാത്തിനും കൂടെ നിങ്ങൾ 2 മണിക്കൂർ എടുത്തു. കുളിക്കാനും TV കാണാനും പത്രം വായിക്കാനും ഒക്കെ കൂടെ നിങ്ങൾ വീണ്ടും 2 മണിക്കൂർ എടുത്തു. 4 മണിക്കൂർ സമയം അതിൽ നിന്ന് മാറ്റിയാൽ ഏകദേശം 4-ന് 5 എടുത്താലും വേണ്ടില്ല, മിനിമം 10 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ നമുക്ക് സമയം വെറുതെ നമ്മുടെ മുമ്പിൽ ഇരിക്കുവാണ്. കുളിക്കാനും കളിക്കാനും TV കാണാനും എല്ലാം, ഉറങ്ങാനും ആവശ്യത്തിന് ഉറങ്ങാനും നിങ്ങൾക്ക് സമയം തന്നു കഴിഞ്ഞു. ശേഷിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. 10 മുതൽ 12 വരെ മണിക്കൂർ സമയം നമ്മുടെ മുമ്പിൽ വെറുതെ ഇരിക്കും. ഇത് രാവിലെ 5:00 എഴുന്നേറ്റ് 10:00 കിടക്കുന്ന ഒരു കൊച്ചിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്ക് എഴുന്നേക്കാം, 10 മണിക്ക് കിടക്കാം. നിങ്ങൾക്ക് രാത്രി പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ 7 മണിക്ക് എഴുന്നേറ്റു 12 മണി വരെ ഇരുന്ന് പഠിക്കുന്ന ആ ശീലമെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് ശീലത്തിനൊന്നും ഒരു മാറ്റവും വരുത്തല്ല, അത് തന്നെ തുടരുക. പക്ഷേ മിനിമം 10 മുതൽ 12 മണിക്കൂർ എങ്കിലും ഇനിയുള്ള സമയമെങ്കിൽ 2 ആഴ്ചക്കാലത്തെ കാര്യമായി പറയുന്നത് കേട്ടോ.
ഈ 2 ആഴ്ചക്കാലം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും എന്തൊരു സന്തോഷമായിരിക്കും. ദൈവം നിങ്ങൾക്ക് ഈ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലവും തരും. അതുകൊണ്ട് 10 മുതൽ 12 മണിക്കൂർ വരെ സമയം പകൽ നമ്മുടെ കയ്യിലുണ്ട്. അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ തീരുമാനമെടുക്കണം. നമ്മൾ എഴുതി ടിക്കറ്റ് വെച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് കൂടുതൽ ചാപ്റ്ററൊക്കെ നമുക്ക് നഷ്ടം അറിയാൻ വയ്യാത്തത്. അതിന് ഈ മണിക്കൂറുകളിൽ കൂടുതൽ സമയം നമ്മൾ മാറ്റിവെക്കണം. കണക്കിലാണ് കൂടുതൽ സമയം വേണം. കൂടുതൽ ടിക്കറ്റ് വെച്ചിരിക്കുന്നെങ്കിൽ രാവിലെ ഒരു 3 മണിക്കൂർ സമയം കണക്കിന് വേണ്ടി മാറ്റിവെച്ചേക്കാം. അങ്ങനെ നമുക്ക് ഈ സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ആ സമയം ഉപയോഗപ്പെടുത്താനായിട്ട് തീരുമാനമെടുക്കും. അപ്പോൾ ആദ്യം വിഷയത്തിലെ പ്രയാസമുള്ള ഏരിയ കണ്ടുപിടിക്കുക, സമയം ഒന്ന് പ്ലാൻ ചെയ്യുക. ഞാൻ എപ്പോൾ ഏതൊക്കെ പഠിക്കണമെന്ന്. ഈ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്നൊന്നും പഠിക്കണ്ടേ. എങ്ങനെയായിരുന്നു പഠിക്കണ്ടേ? 5:30 എഴുന്നേറ്റ് 6 മണിക്ക് പഠിക്കാൻ തുടങ്ങി. 7:30 വരെ അനങ്ങാതിരുന്ന് പഠിക്കുക, ഒരു സംശയവും. 7:30 ആകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ വീണ്ടും 8:30 ഇരുന്നാൽ മതി. 8:30 തൊട്ട് 10 വരെ ആണെങ്കിൽ, കണക്കൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ ഒന്നും ആകത്തില്ല. കുറച്ച് കണക്ക് ഒരിക്കലും വായിച്ച് പഠിക്കാൻ പറ്റത്തില്ല. കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി ഇവ എഴുതിയല്ലാതെ ഒരു തരത്തിലും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം വേണം. 1.5 മണിക്കൂറൊക്കെ വേണം ഒരു ചാപ്റ്റർ പഠിക്കാൻ. അതുകൊണ്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എഴുന്നേക്കണം. നിങ്ങൾ വെറുതെ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പിന്നെയും കുത്തിയിരിക്കരുത്. എഴുന്നേക്കാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് തൊട്ട് പിന്നാലെ ഞാൻ പറയാം. എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയും പോയിരുന്ന് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മതി. ഒറ്റ ഇരിപ്പിന് 12 മണിക്കൂർ പഠിക്കുകയൊന്നും വേണം. അങ്ങനെ പഠിക്കണം. ഇനി എവിടെ ഇരുന്ന് പഠിക്കണം? ഇത്രയും തീരുമാനമൊക്കെ എടുത്ത് എവിടെ ഇരുന്ന് പഠിക്കണം? നേരത്തെ പറഞ്ഞു പഠിക്കാൻ മുറിയൊന്നും വേണം, നിർബന്ധമില്ല. ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ സൗകര്യപ്രദമായ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചോളുക. ഇതൊന്നുമില്ല, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന സൗകര്യത്തിൽ നമുക്ക് പഠിച്ചാൽ മതി. അതിനൊന്നും ഒരു പ്രത്യേക സജ്ജീകരണങ്ങളൊന്നും ഒരിടത്തുമില്ല. ഒരു മനഃശാസ്ത്രത്തിലുമില്ല. ഒരു ബൗദ്ധിക വളർച്ചയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സ്ഥലം ഒരു ഘടകമേ അല്ല. ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്കൂളിൽ നിങ്ങൾ ആരെങ്കിലും സോഫ കം ബെഡിൽ ഇരുന്ന് പഠിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈവക്കും? സ്കൂളിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്കൂളിൽ കസേരയിൽ ഇരുന്ന് പഠിക്കുന്നവരൊന്ന് കൈവക്കിക്കുക. ഓരോ കുട്ടിക്കും ഓരോ കസേരയുള്ളവർ. only 2 students. ഏത് സ്കൂളാണ് മക്കളെ? ഏതാ? സെന്റ് മേരീസ്. ഓക്കെ. ഏത്? തിരുവല്ല. ഓരോ കസേരയാണ്. ബാക്കി നമ്മളൊക്കെ എവിടെ ഇരുന്നാ പഠിക്കുന്നത്? ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന നമ്മൾ വീട്ടിൽ എവിടെ ഇരുന്നാ പഠിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ബെഞ്ച് ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കും. വളരെ കുറച്ച് പേരുടെ വീട്ടിലേ ഉള്ളൂ അല്ലേ? നമ്മുടെ വീട്ടുകാരൊക്കെ കൈ കാത്തിട്ടുള്ളൂ. സ്കൂളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 4, 4:30, 5 മണി വരെ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ ഒരു മടിയുമില്ലാത്ത നമ്മൾ വീട്ടിലിരുന്ന് എവിടെ ഇരുന്നൊക്കെയാണ് പഠിക്കുന്നത്? നമ്മുടെ വീട്ടുകാരും നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ട് പൊന്നുമോളെ നീ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെ വീട്ടിൽ ഇരുന്ന് പഠിക്കണം കേട്ടോ എന്നും പറഞ്ഞൊരു ബെഞ്ച് ഇന്ന് വരെ പണിയിച്ച് തന്നിട്ടുണ്ടോ? ഇല്ല. സ്നേഹം വാത്സല്യമൊക്കെ കൂടി നല്ല 1-ാം കസേരയിലാണ് നമ്മൾ ഇരുന്ന് പഠിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ബെഞ്ച് സ്കൂളുകളിൽ ആക്കിയിരിക്കുന്നത്? കസേര എന്ന് പറഞ്ഞാൽ ഇതൊരു കുഷ്യനുള്ള കസേരയാണോ മോനെ? അല്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള വുഡൻ ചെയർ ആയിരിക്കും അല്ലേ? വുഡനാണ് അല്ല, പിന്നെ പ്ലാസ്റ്റിക് ചെയർ. അത് മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ ഇതുവരെ ബെഞ്ചും ഒന്നും മാറാതിരിക്കുന്നത്? കാലം ഇത്രയായി. 1800-ലും 1900-ലും 2000-ലൊക്കെ ആയിട്ടും ബെഞ്ചിനൊരു മാറ്റമില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നേരെ ചൊവ്വ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ് നിവർന്നിരിക്കണം, നട്ടെല്ല് നിവർന്നിരിക്കണം. അപ്പം നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയാസമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഇരിക്കുന്ന പോസ്റ്റർ ശരിയല്ലാത്തതുകൊണ്ട്. പക്ഷേ ബെഞ്ചാകുമ്പോൾ നമ്മൾ എപ്പോഴും നിവർന്നിരിക്കും. ഞങ്ങൾ അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കാൻ വരുമ്പം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്? അതെങ്ങനെ? അപ്പം ചില അധ്യാപകർ പറയും ഇങ്ങനെയാണോ ക്ലാസ് ഇരിക്കുന്നത്, നേരെ ഇരുന്നേന്നൊക്കെ പറയും. ഒന്ന് കുലിയൊക്കെ ഇരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയാവും. അപ്പം ഇങ്ങനെയാവും. 2 കൈയും കിടക്കും അല്ലേ? നമ്മുടെ ക്ഷീണവും തളർച്ചയും ഒക്കെ ആണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ നിവർന്നിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് പഠിക്കുന്നതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അത് വീട്ടിലില്ല, നമുക്കറിയാം. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, പഠിക്കുന്നത് ഒരിക്കലും കട്ടിലിൽ ഇരുന്ന് ആവരുത്. നമ്മളൊക്കെ പഠിക്കാൻ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല വിശാലമായ പ്ലാറ്റ്ഫോമാണ് ഒരു കട്ടിൽ അല്ലേ? ഇവിടെ 2 പുസ്തകം, ഇവിടെ 2 ബുക്ക് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക കേട്ടോ. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ആദ്യം കട്ടിലോട്ട് ഇങ്ങനെ ഇരിക്കും, ചമ്രം പടഞ്ഞായിരിക്കുന്നത് അല്ലെ? കാല് കാത്ത് അങ്ങനെ ഇന്ന് ഒരു 15 മിനിറ്റൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ചെറിയ അവശത തോന്നി. എന്താണെന്നറിയോ? ആ പുസ്തകം എടുത്ത് സൈഡിലോട്ട് വെച്ചിട്ട് നമ്മളിരുന്ന് ആടി പുസ്തകത്തിലോട്ടൊന്ന് നോക്കും, നമ്മളിരുന്നാണ്.
അടുത്ത ഘട്ടത്തിൽ ഒരു താങ്ങ് വേണമല്ലോ. അപ്പൊ ആ തലയുടെ എടുത്ത് മടിയിലോട്ട് വെച്ചു, പുസ്തകം ഇച്ചിരിയും കൂടെ അകന്നു. എന്നിട്ട് നമ്മൾ പിന്നെയും വായന തുടങ്ങി. അടുത്ത ഘട്ടമായപ്പോഴത്തേക്കും തറയിലിരുന്ന 2 കാലുകളും കൂടി കട്ടിലിൽ പോകുന്നു. ചില സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പുസ്തകങ്ങളും ബുക്കുകളും തറയിലും, നമ്മൾ കട്ടിലും ഫ്ലാറ്റായി കിടക്കുന്നതാണ് അല്ലേ? അതാണ് കട്ടിലിരുന്ന് പഠിച്ചാലുള്ള കുഴപ്പം. കട്ടിലെന്ന് പറഞ്ഞാൽ തന്നെ കിടക്കാനുള്ള ഇടമാണ്. അത് നമ്മൾ അറിയാതെ തന്നെ കിടക്കാൻ പ്രേരിപ്പിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കൊച്ചുങ്ങളോട്, നിങ്ങൾ ഇതുവരെ എങ്ങനെയൊക്കെ പഠിച്ചോ, ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ തീരുമാനം എടുത്തിരിക്കുവാണ്. അതുകൊണ്ട് പൊന്നുമക്കളെ, ദയവ് പഠിക്കാൻ തീരുമാനം എടുത്തെങ്കിൽ നിങ്ങൾ കട്ടിൽ ഇരുന്ന് പഠിക്കരുത്. നിങ്ങളൊരു കൊച്ചു സ്റ്റൂളോ കസേരയോ, ഒരു സ്റ്റൂളാണെങ്കിൽ ഏറ്റവും നല്ലത്. അവിടെ ഇരുന്നാൽ ഒരിക്കലും ഉറങ്ങത്തില്ല. ഒരു സ്റ്റൂളോ ഇരുന്ന് ആരും ഉറക്കം തൂങ്ങാനേ പറ്റത്തില്ല. നമ്മുടെ നടു നിവർന്നിരിക്കുന്നിടത്തോളം നമ്മൾ ഒരിക്കലും ഉറക്കം തൂങ്ങത്തേ. ഒരു കസേരയിൽ എവിടെയെങ്കിലും ഇരിക്കുക, അവിടെ ഇരുന്ന് മാത്രമേ പഠിക്കാവൂ. പഠിക്കുമ്പോൾ 2 കാലുകളും കഴിവതും താത്തിടണം. അതായത് തറയിൽ കാല് സമ്പർക്കത്തിൽ തന്നെ ഇരിക്കണം. ഇടയ്ക്ക് കാലൊക്കെ ടേബിളിൻ്റെ അവിടെയൊക്കെ വെച്ചു, എന്നാലും കാല് നിവർത്തി നമ്മുടെ ഭൂമിയുമായി സമ്പർക്കത്തിൽ ഇരുന്ന് പഠിക്കുന്ന ഏറ്റവും നല്ലത്. ഭൂമിക്കൊരു എർത്തിൻ്റെ മാഗ്നറ്റിക് കപ്പാസിറ്റിയെ കുറിച്ചും ഇലക്ട്രിക് കപ്പാസിറ്റിയെ കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എർത്തിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഭൂമിയിലോട്ടൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ പഴയകാല ഋഷി സന്യാസിമാരൊക്കെ കാലങ്ങളോളം ഇരുന്ന് തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും സ്റ്റൂളിൻ്റെ മണ്ടയിൽ തപസ് അനുഷ്ഠിച്ചതിനെ കുറിച്ച് അറിയാമോ? ഇല്ലല്ലേ? ഇവർ ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നത് നമ്മുടെ കാലുകൾ ഈ തറയൊക്കെ ആയിട്ട് സമ്പർക്കത്തിലിരിക്കുമ്പോൾ. അങ്ങനെ ഇരുന്ന് മാത്രമേ പഠിക്കാവൂ. പഠിക്കാനിരിക്കുന്ന സ്ഥലം ഒരിക്കലും ഈ റോഡിലോട്ട്, മെയിൻ റോഡിലോട്ട് നോക്കിയുള്ള ജനലരികിൽ പോയിരിക്കരുത്. തിരിഞ്ഞിരുന്നു, ജനലിനടുത്തും തിരിഞ്ഞിരുന്നു. ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കിയിരുന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കാണും അല്ലേ? നമ്മുടെ ശ്രദ്ധ പതറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കരുത്. ആ ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും ആവശ്യത്തിന് വെളിച്ചമുണ്ടാവണം. ഇത്തിരി സൂര്യപ്രകാശമൊക്കെ കയറിപ്പോകുന്ന സ്ഥലമാണ്. ചിലരുണ്ട് കേട്ടോ, ചില ബിരുദന്മാരൊക്കെ അവർ പറയും കഥ കടച്ചിരുന്നാലേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ടോ? ഇതൊരു ബാഡ് ഹാബിറ്റാണ് കേട്ടോ. നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് പതറിപ്പോവും. നിങ്ങൾ വെറുതെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പഠിക്കുകയാണെന്ന് പറഞ്ഞ് കഥ കടച്ചിരിക്കേണ്ട ആവശ്യമില്ല. കഥ കടച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ ശ്രദ്ധകളെയും പഠനത്തിൽ, വേറെ പല കാര്യങ്ങളും കഥ കടച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ കഥ കടച്ചിരുന്നാൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സും ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട്. അതുകൊണ്ട് നല്ല വായു സഞ്ചാരമൊക്കെയുള്ള എവിടെയെങ്കിലും സ്ഥലത്തിരുന്ന് നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറെടുക്കുക. അടുക്കളയിൽ നിന്നുള്ള പാചക വസ്തുക്കളുടെയൊക്കെ സുഗന്ധം നേരിട്ട് കിട്ടുന്നിടത്തിരിക്കണമെന്നില്ല. ഇച്ചിരിയൊക്കെ ഒന്ന് മാറിയിരിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്ന ഒന്നാണ്. TV ഇന്നൊരു കൊച്ചെന്നോട് പറഞ്ഞു, ഞാൻ എത്ര കാലമെന്നറിയാം എൻ്റെ അമ്മയെ പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ പരീക്ഷ ആകുമ്പോൾ അമ്മ വിഷമിക്കുകയൊന്നും ചെയ്യില്ല. അമ്മ സീരിയലൊക്കെ കണ്ടോ? ഞാൻ കാണുന്നേ ഇല്ല. ഇനി ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് സീരിയൽ കാണുന്നത്. അമ്മ സീരിയൽ പക്ഷേ എന്നെ പ്രതി കാണാതിരിക്കേണ്ട കേട്ടോ. അമ്മയും മോളും കൂടെ ഒരുമിച്ചിരുന്ന സീരിയൽ കാണുന്നത്. അപ്പോൾ കൊച്ചു അമ്മ വിചാരിച്ചു ഇന്നൊന്നല്ല കൊച്ചു, അവൾ എന്നെ അമ്മയ്ക്ക് പകൽ മുഴുവൻ അധ്വാനിക്കുന്ന അമ്മ വൈകുന്നേരം ചെന്നാൽ സീരിയൽ കാണുന്ന ഒരു ദോഷപ്പെട്ട കാര്യമൊന്നുമില്ല, അമ്മ കണ്ടോട്ടെ. അപ്പം ഇവിടെയാണ് TV എന്ന് വിചാരിക്കും കേട്ടോ. ഇവിടെ TV, അമ്മ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് TV കാണും. അപ്പോൾ മോളിരിക്കുന്ന ഇവിടെ ഇപ്പുറത്തൊരു റൂമിലാണ്. മോൾ അങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നത്. TV ഒരു കാരണവശാലും കാണാൻ പറ്റുന്നത്. പക്ഷേ മോളും അതിബുദ്ധിമതിയായി ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള കൊച്ചാണ്. TVയിലെ ദൃശ്യങ്ങളുടെ റിഫ്ലക്ഷൻ തൊട്ടപ്പുറത്തെ ഗ്ലാസ് ജനലിൽ കൃത്യമായി കാണാം. അപ്പോൾ കൊച്ചി ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി, സീനുകൾ മാറി 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 കൃത്യമായി ജനലെ കാണാം. അപ്പോൾ കൊച്ചമ്മയെ നിർബന്ധിച്ചു, അമ്മ എനിക്ക് സീരിയൽ കാണാം, അമ്മ വെക്ക്. ഏത് സീരിയലാണ് അമ്മ കാണുന്നത്? പരസ്പരം, ചന്ദനമഴ, പിന്നെ ഏതാ അമ്മ അമ്മ പിന്നെ ഏതാ കറുത്ത മുത്താം, സോറി വിട്ടുപോയി. അപ്പോൾ അതൊക്കെ അമ്മ കണ്ടോളാൻ മതി. കൊച്ചി ഇപ്പുറത്തിരുന്ന് അപ്പം മനസ്സിലായല്ലോ കാണുന്നതൊക്കെ. നിങ്ങൾ കാണുകയല്ലേ? എനിക്കറിയാം, ഉറപ്പായിട്ടറിയാം നിങ്ങളിത് കാണിക്കല്ലേ. നമ്മുടെ പിള്ളേർ കൃത്യമായിട്ട് കണ്ടോണ്ടിരിക്കുന്ന സീരിയലുകളൊക്കെ പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി കണ്ടാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ കണ്ടിട്ട് സ്റ്റോറിയൊക്കെ റെഡിയാക്കി വെച്ച് ഇത് കഴിഞ്ഞിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അങ്ങനെയൊന്നും നമ്മൾ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ആവശ്യത്തിന് ഇച്ചിരി വെളിച്ചം ഉണ്ടാവണം, മറ്റ് ശല്യങ്ങളൊന്നും. അതൊക്കെ നമ്മുടെ മനസ്സാണ് തീരുമാനം എടുക്കുന്നത്. ആരെ പറ്റിക്കാൻ വേണ്ടി പോയി പഠിക്കുകയൊന്നും വേണ്ട. അവിടെ ഇരുന്ന് പഠിക്കുക. പഠിച്ചു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ആർക്കും, ഒരു ബുദ്ധിമാനും ഒരു ബുദ്ധിമതിക്കും 1 മണിക്കൂറിൽ കൂടുതൽ, 1.5 മണിക്കൂറിൽ കൂടുതൽ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കാതെ അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. അതിവിടെ ഇരിക്കുന്ന അമ്മമാരും മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്കൂളിലെ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര സമയം?
40 മിനിറ്റ് 45 മിനിറ്റ്, അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും കുറയ്ക്കും, അത് പിന്നെയും കുറയ്ക്കും. 1 മണിക്കൂർ, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. അതിനപ്പുറത്ത് ഒരു വ്യക്തിക്കും ഇരിക്കാൻ പറ്റത്തില്ല. 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ മാറും. നമ്മുടെ ബ്രെയിൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെ, സൃഷ്ടി തന്നെ അങ്ങനെ. അതുകൊണ്ട് നമ്മുടെ ഒന്നും ഒരു കുഴപ്പമല്ല. അതുകൊണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ, 1.5 മണിക്കൂർ കൂടുതൽ ഒരു സ്ഥലത്ത് നമ്മൾ ഉറച്ചിരിക്കേണ്ടതായിട്ടില്ല. നമുക്ക് എഴുന്നേക്കാം. എഴുന്നേറ്റിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇച്ചിരി വിശ്രമമൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ശരീരത്തിന് ഒരു ഉണർവ് കൊടുക്കുന്നത്. പട്ടിയും പൂച്ചയും കോഴിയും ഒക്കെ കുറേ സമയം ഒരു സ്ഥലത്ത് കിടന്നിട്ട് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? അത് ചെയ്യുന്നത് എന്താണെന്നറിയോ? സ്ട്രെച്ചിങ് എക്സർസൈസ്. അവരെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പൂച്ചയൊക്കെയാണ് ഇങ്ങനെ കൈയൊക്കെ വലിച്ച് നീട്ടി, കണ്ടിട്ടില്ലേ? വാലൊക്കെ ഒന്ന് ചുഴറ്റി. പൂച്ച, പട്ടി, കോഴി ഇതൊക്കെ പ്രകൃതിയിലെ ബുദ്ധിയില്ലാത്ത ജീവജാലങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഇവ പോലും എത്ര ഭംഗിയായിട്ടാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓരോ തന്ത്രങ്ങൾ ശീലിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓൾ സ്റ്റാൻഡ്, നമുക്കൊന്ന് ഒരു സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്തിട്ടിരിക്കാം അല്ലേ? പ്ലീസ് സ്റ്റാൻഡ്. മടുത്തില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ശക്തിയൊക്കെ സംഭരിച്ചിട്ടിരുന്നോളൂ. കൈ ഉയർത്തണമെങ്കിൽ കൈ ഉയർത്താം, കാലൊക്കെ ഒന്ന് വലിച്ചു കൊടയാം, എന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാം കേട്ടോ. യെസ്, റെഡി ആയെങ്കിൽ ഇരിക്കാം. ഓക്കെ, പ്ലീസ് സിറ്റ് ഡൗൺ. പെട്ടെന്ന് കേൾക്കാം കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിടം വരെ ആയുള്ളൂ. ഇനി പഠിക്കണ്ടേ? പഠിക്കാൻ തീരുമാനമെടുത്തു, പഠിക്കേണ്ട വിഷയം കണ്ടുപിടിച്ചു, ചാപ്റ്റർ കിട്ടി, ഒരു സ്ഥലത്ത് ഇരുന്നു. ഇനി പഠിക്കണ്ടേ? പഠിക്കാനെടുക്കുന്ന വിഷയം ഏതാണെങ്കിലും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഇതുവരെ ഒന്നും പഠിച്ചില്ല, പോട്ടെ. ഇനി പഠിക്കുമ്പോഴെങ്കിലും ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഒന്ന്, എവിടെ പഠിക്കാനിരുന്നാലും പഠിക്കുന്നിടത്ത് ഒരു റഫ് ബുക്കും പെന്നും ഉണ്ടായിരിക്കും, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇരുന്നാ പഠിക്കുന്നെങ്കിൽ, ചിലർ നടന്നൊക്കെ പഠിക്കും, നല്ല കാര്യമാണ്. പക്ഷേ 1 മണിക്കൂർ നടന്ന് പഠിക്കാൻ പറ്റത്തില്ല. 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്ന് പഠിച്ചു, പിന്നെ 5 മിനിറ്റ് ഒന്ന് നടന്നു, പിന്നെയും വന്നിരുന്നു, അതൊക്കെ നല്ലതാണ്. ചിലർ ഉച്ചത്തിൽ വായിച്ച് പഠിക്കുന്നവരുണ്ട്, ചിലർ മൗനമായി വായിക്കുന്നവരുണ്ട്. അല്പം ശബ്ദത്തിൽ വായിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അല്പം ശബ്ദത്തിൽ, ഒരുപാട് ശബ്ദത്തിലല്ല, അല്പം ശബ്ദത്തിൽ വായിച്ചാൽ നിങ്ങൾ വളരെ സുരക്ഷിതരാണ്. ഒന്നും നിങ്ങൾ മാതാപിതാക്കളുടെ ഭീഷണി പെട്ടെന്ന് ഉണ്ടാകത്തില്ല, അവരും അവിടെയൊക്കെ ഒന്ന് കേട്ടോളൂ. 1. 2, അല്പം ശബ്ദത്തിൽ വായിക്കുമ്പോൾ നാം കാണുന്നു, കാണുന്ന കാര്യം വാഗുകൊണ്ട് ഉച്ചരിക്കുന്നു, ഉച്ചരിക്കുന്ന കാര്യം ചെവി കൊണ്ട് കേൾക്കുന്നു. 3 ഇരട്ടി ശക്തിയുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നു, മൗനമായ വായന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നു മാത്രമേ ഉള്ളൂ. ചുണ്ടുകൊണ്ട് ഒരു തവണ ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് ഉച്ചത്തിലുള്ള വായനയാണ്. അത് നമ്മുടെ ചെവിയിൽ കൂടെ തന്നെ വീണ്ടും കേൾക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് അല്പം ശബ്ദത്തിൽ വായിക്കുന്നത് ശ്രദ്ധ പലപ്പോഴും കൂട്ടും. ഇനിയും എഴുതി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, ചില പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഇക്വേഷൻസ്. അവയൊക്കെ നമ്മുടെ മുമ്പിലിരിക്കുന്ന പേപ്പറിൽ ഉണ്ടാവണം. ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്കെല്ലാം അറിയാം. SC=UT + ½ AT² V=U+AT എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 1 തവണ 2 തവണ എഴുതി കഴിയുമ്പോഴാണ് എൻ്റെ മനസ്സിൽ അത് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുൻപിലുള്ള റഫ് പേപ്പറിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ കുറിച്ചു പോകണം. ഈ കുറിച്ച കടലാസ് കാണുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിക്കും കേട്ടോ. പരീക്ഷയ്ക്ക് മറന്നു പോകാതിരിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു. പഠിച്ചു കഴിയുമ്പോൾ ഈ റഫ് പേപ്പർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ, അയ്യോ ഞാൻ ഏതാണ്ടൊക്കെ പഠിച്ചല്ലോ, ഇത്രയൊക്കെ ഞാൻ കുറിച്ചോ, കൊള്ളാം എന്ന് വരും. അതുകൊണ്ട് നിർബന്ധമായും പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. ഇനി എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ ഒരു ചെറിയൊരു ടിപ്പുണ്ടാകും, അത് കുറിച്ചെടുത്തുള്ള. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ PQR എഴുതുക. PQR, R⁻3, ആറിന് മേലിൽ 3 വരും, R⁻3 ST, PQRST എഴുതിയോ? P എന്ന് പറഞ്ഞാൽ പ്രിവ്യൂ നടത്തണം. നേരത്തെ നമ്മളൊന്ന് ഓടിച്ചു നോക്കുക. ഇനി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. പ്രിവ്യൂ, PREVIEW, പ്രിവ്യൂ. Q എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ. ആറിന്റെ മുകളിൽ 3 എഴുതിയിട്ടുണ്ടല്ലേ, 3 R. ആദ്യത്തെ R റീഡ്, രണ്ടാമത്തെ R റിസൈറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് RECITE, റിസൈറ്റ് ചെയ്യുക. മൂന്നാമത്തേത് റിവ്യൂ. ഇനി S ആണല്ലേ, 3 R ആയി. ഇനി S, സെൽഫ് റിഫ്ലക്റ്റ്.
ഇനി ടി ആണ് ടെസ്റ്റ്, TEST, ടെസ്റ്റ്. അപ്പൊ ഇതുവരെ പഠിക്കാത്തവർ ഇനി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം സോഷ്യൽ സയൻസിന്റെ പുസ്തകമാണ് എന്ന് വിചാരിക്കുക. പുസ്തകം എടുക്കുക, ആദ്യത്തെ ചാപ്റ്റർ എടുക്കുക. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചാപ്റ്ററിന്റെ ടൈറ്റിൽ വളരെ കൃത്യമായി വായിക്കണം. എന്താണ് ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ? ചാപ്റ്റർ 1. ചാപ്റ്റർ 1ന്റെ ടൈറ്റിൽ പറഞ്ഞേ, സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ 1, അറ്റ്മോസ്ഫിയറിക് ഫിനോമിന. വെരി ഗുഡ്. അപ്പോൾ വായിക്കുന്നു. ഏതാ നിങ്ങളുടെ പുസ്തകത്തിൽ വേറെ ആയിരിക്കും. ഏതാ? സോഷ്യൽ അല്ലേ? ഏതാ റിസോഴ്സ് ആണോ? നാച്ചുറൽ റിസോഴ്സസ്. ഏതായാലും ചാപ്റ്റർ 1 അറിയാം എല്ലാവർക്കും, നല്ലതല്ലേ? ഇനി അതിന്റെ ആദ്യത്തെ പേജിൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട് വായിക്കൊന്നും വേണ്ട കേട്ടോ, ചുമ്മാ ഇങ്ങനെ നോക്കി. ചില ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തോന്ന് ടൈറ്റിൽ കണ്ടു, സബ് ടൈറ്റിൽസ് കണ്ടു, വെറുതെ മറിച്ചു. 10 മിനിറ്റ് നേരം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. വെറുതെ ഒന്ന് മറിച്ചു നോക്കിയിട്ട് എത്ര പേജുണ്ട്, എത്ര സബ് ടൈറ്റിൽസ് ഉണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എത്ര സമയമുണ്ട് എനിക്കൊന്ന് വായിച്ചു തീർക്കാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്ത വരുന്നതാണ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ജയിക്കണ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ ഉത്തരം പഠിക്കാൻ ഇനി നമുക്ക് നേരവും. ഇനി ആദ്യം മുതൽ ഓരോ വാക്കും വാചകവും എടുത്തു വെച്ച് പഠിക്കാൻ സമയമില്ല. അതുകൊണ്ട് ചാപ്റ്ററിന്റെ അവസാനം അല്ലെ ചാപ്റ്ററിന്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ആദ്യം ഒന്ന് മറിച്ചു നോക്കി അത് കഴിഞ്ഞാൽ നേരെ ചോദ്യങ്ങളിലേക്ക് പോവുക. ഏതെല്ലാമാണ് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ? ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ഇനി വായിക്കാൻ തുടങ്ങി. വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ എനിക്ക് പിടികിട്ടുമോ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്, ഇതപ്പം ഞാൻ പഠിക്കണം. അതെൻ്റെ മനസ്സിലേക്ക് വരും, അന്നേരമാണ് ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് ഇനി വേറൊരു തിരിച്ചറിഞ്ഞൊന്നും നേരമില്ല, സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ആരംഭിക്കുന്നു വായന, റീഡ്. എങ്ങനെയാണ് പുസ്തകം വായിക്കുന്നത്? ഇനി പുസ്തകം വായിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് നാം പഠിക്കുന്നത് കേട്ടോ. പുസ്തകം വായിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ആ കുട്ടിയുടെ പരീക്ഷാ പേപ്പറിൽ വരാൻ പോകുന്നത്. എങ്ങനെ വായിക്കണം? ചുമ്മാ ഇരുന്ന് വായിച്ചിട്ട് ഒരു കാര്യമില്ല. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാൻ പോവാണ്. വായിക്കുമ്പോൾ ഞാൻ എങ്ങനെ വായിക്കണം? ഒരുപാട് കാര്യങ്ങൾ കടൽ പോലെ കിടക്കുകയാണ്. ഞാൻ എങ്ങനെ വായിച്ച് മനസ്സിലാക്കണം? അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയും ലിങ്കിങ് എന്ന് പറയും. നിങ്ങളിതൊന്ന് കേട്ടിരുന്നാൽ എഴുതിയെടുക്കണമെന്നൊന്നുമില്ല. ലിങ്കിങ്. ഞാനിപ്പോൾ വായിച്ചപ്പോൾ ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് വായിക്കുന്നത്. അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കിടക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ചോദിക്കും, അങ്ങനെ പറയണം. Constitution is a document which gives rules and regulations for the people and government to follow. ഒരു സെന്റൻസ് ആണ്. സാധാരണ രീതിയിലാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആവുന്നത് പ്രധാനപ്പെട്ട. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡോക്യുമെന്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മൾ റിസൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റിസൈറ്റ് ചെയ്യാൻ വരട്ടെ. റീഡ് വൺസ് മോർ. Constitution is a document of rules and regulations for the people and government to follow. ഇതിലെ ചില വാക്കുകൾ മാത്രം മനസ്സിലാക്കുക, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ദ ഫസ്റ്റ് പോയിന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്. ഇതൊരു ഡോക്യുമെന്റ് ആണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ ഡോക്യുമെന്റ് എന്ന വാക്കില്ലെങ്കിൽ മാർക്കില്ല. അതുകൊണ്ട് ഒരു ഉത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വായിച്ചാൽ മതി. അത് തിരിച്ചറിവില്ല, നമ്മൾ പരീക്ഷയ്ക്ക് അത് എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. നമ്മൾ പറയും ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടത്തില്ല. ഒരു ഉത്തരത്തെ നിർണ്ണയിക്കുന്ന ചില വാല്യൂ പോയിന്റ്സ് ഉണ്ട്. ആ വാല്യൂ പോയിന്റ്സ് നോക്കിയാൽ ടീച്ചർമാർ മാർക്കിടുന്നു. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ ബന്ധിപ്പിക്കണം. എന്തിന്റെ ഡോക്യുമെന്റ് ആണ്? ഡോക്യുമെന്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ശരി, അടുത്ത ആശയം കിട്ടി. ഓ, അങ്ങനെയാണെങ്കിൽ ഇത് ആർക്കുള്ളതാണ്? ഫോർ ദ പീപ്പിൾ ആൻഡ് ഗവൺമെന്റ്. ശരി, എന്തിനു വേണ്ടിയുള്ളതാണ്? അനുസരിക്കാനുള്ളതാണ്. ഫോളോ. So what is Constitution? Constitution is a document of rules and regulations for people and government to follow. ഇത്ര എളുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിട്ടും അല്ലേ? ഇപ്രകാരം ലിങ്ക് ചെയ്ത് വേണം ഏത് ആശയവും നിങ്ങൾ വായിക്കാൻ. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡോക്യുമെന്റ്. അത് കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ ഒരു സിനിമയിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ തെളിഞ്ഞു വരും.
ഇത്തരം കാര്യങ്ങളെ ചിലതൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കത്തില്ലേ, ബുക്കിലൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കും. അണ്ടർലൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലത് വിട്ടുപോകും, അങ്ങനെ വിടാൻ പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് പഠിക്കുക. സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എവിടെ വെച്ച്, ആര്, എന്താണ് സംഭവം, ചില വ്യക്തികളുടെ പേരുകൾ, ചില വർഷങ്ങൾ, ചില സംഭവങ്ങൾ. ഇത് വളരെ കൃത്യമായി ഓർത്തിരുന്നാൽ സോഷ്യൽ സയൻസ് ആയി. അപ്പൊ വായിക്കുമ്പോൾ ഞാൻ എന്താണ് വായിക്കുന്നത് എന്നുള്ള ഈ ലിങ്ക് ചെയ്താൽ നമ്മൾ പിന്നെ മറക്കത്തേയില്ല. സയൻസിലൊക്കെ ആണെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ട്, സീക്വൻസിങ് ഉണ്ട്, അത് തെറ്റാൻ പാടില്ല. ഞാനൊരു എക്സ്പെരിമെന്റ് പറയും, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കെമിസ്ട്രിയിലെ ഒരു എക്സ്പെരിമെന്റ് ആണ്. അതിൻ്റെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, പക്ഷെ അതിന് സീക്വൻസിങ് തെറ്റിപ്പോയാൽ നമ്മുടെ എക്സ്പെരിമെന്റ് തെറ്റിപ്പോയി. അപ്പം സയൻസ് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സീക്വൻസിങ്. നിങ്ങൾ ഇനി വായിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം, അതിനുവേണ്ടിയാണ് പറയുന്നത്. ഒരു ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് നമുക്കറിയാം. ഏതാ? അറിയത്തില്ലേലും അറിയാമെങ്കിലും ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഞാനിതുപോലെ തിരിച്ചു പോയിക്കുമ്പോൾ എല്ലാവരും പറയും. ടേക്ക് എ ലിറ്റിൽ, മലയാളം എഴുതി പഠിക്കുന്നവർക്ക് ഒരാളെ കണ്ടത്. മോനെ എവിടെ മോനെ പഠിക്കുന്നത്? എവിടാ? ഹരിപ്പാട്. വരും, അവരൊരു ഗൈഡ് കൊടുക്കണം കേട്ടോ. അവനിപ്പോഴും മലയാളം മീഡിയം, നമ്മളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളത്തിൽ പഠിച്ച് മിടുക്കനായിട്ട് കേട്ടോ. ഇംഗ്ലീഷ് അറിയത്തില്ലേ മോൻ? അറിയാം, മിടുക്കൻ. പുറകിൽ ആരെങ്കിലും ഉണ്ടോ മലയാളം മീഡിയംകാരൻ? ഉണ്ട്, അവിടെ എവിടെയൊക്കെ ഉണ്ട്. വരും, ശരി. അതുകൊണ്ട് നമുക്കൊരു കുറവില്ല കേട്ടോ. മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് ഒരു കുറവില്ല. മജോറിറ്റി ഇംഗ്ലീഷ് മീഡിയം ആയതും ഞാൻ ഇംഗ്ലീഷ് പറയാം, പക്ഷെ നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാവും. ടേക്ക് എ ലിറ്റിൽ വിനീഗർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് sodium bicarbonate to it, some sound, we can hear some sound, pass this gas through some lime water, the lime water turns milky, it shows the presence of carbon dioxide. ഇതാണ് എക്സ്പെരിമെന്റ്. അപ്പോൾ ആദ്യം ടെസ്റ്റ് ട്യൂബിൽ എന്തെടുക്കാനാണ് പറഞ്ഞത്? വിനീഗറിലേക്ക് എന്തിടണം? സോഡിയം ബൈകാർബണേറ്റ് ഇടണം അല്ലേ? അതിന് പകരം ആദ്യമേ ഇച്ചിരി ലൈം വാട്ടർ എടുക്കണം, അതിൻ്റെ അകത്തോട്ട് സോഡിയം ബൈകാർബണേറ്റ് ഇടണമെന്ന് പറഞ്ഞാൽ പരീക്ഷണം ശരിയാകും? ഇല്ല. അപ്പം നമ്മൾ അതിനെ സീക്വൻസ് ചെയ്യും. ഏത് ആദ്യം എടുക്കണം, ഏത് രണ്ടാമത് ചെയ്യണം, ഏത് മൂന്നാമത് ചെയ്യണം. അത്തരത്തിലുള്ള സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ടെസ്റ്റ് ട്യൂബിൽ വിനീഗർ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചിത്രം പോലെ പോകണം. വിനീഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കലി വാട്ട് ഈസ് വിനീഗർ? അസറ്റിക് ആസിഡ്. വെരി ഗുഡ്, അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിലേക്ക് അല്പം എന്ത് ചേർക്കണമെന്ന് പറഞ്ഞത്? സോഡിയം ബൈകാർബണേറ്റിന്റെ വേറൊരു പേര് പറയാമോ? ബേക്കിംഗ് സോഡ അല്ലേ? വാട്ട് ഈസ് വാഷിംഗ് സോഡ? എന്താണ്? 10ലും 12ലും ഒക്കെ പഠിക്കുന്നവർക്ക് തന്നെ അറിയണമല്ലോ. ബേക്കിംഗ് സോഡ ഈ സോഡിയം ബൈകാർബണേറ്റ്, വാഷിംഗ് സോഡ ഈ സോഡിയം കാർബണേറ്റ്. സോഡ ചേർത്ത് വരുന്ന എല്ലാത്തിലും സോഡിയം കാണും. സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്. ലൈം ചേർത്ത് വരുന്ന എന്തെങ്കിലും എന്ത് കാണുമെന്ന് പറയാമോ? ലൈം ചേർത്ത് വരുന്ന എന്തെങ്കിലും കാൽസ്യം. ലൈം വാട്ടർ, ക്യുക്ക് ലൈം. വാട്ട് ഈസ് ക്യുക്ക് ലൈം? കാൽസ്യം ഓക്സൈഡ് കേട്ടോ. ലൈം ചേർത്ത് എന്ത് വന്നാലും കാൽസ്യം കാണും. സോഡ ചേർത്ത് വരുന്ന എന്തെങ്കിലും സോഡിയം കാണും. ആ സോഡിയത്തിന്റെ സോഡയാണ്, അപ്പം മറക്കാനേ പാടില്ല. ലൈം ചേർത്ത് വരുന്നതിൽ കാൽസ്യം കാണുമെന്ന് ഓർത്തിരിക്കാൻ എളുപ്പവഴി പറഞ്ഞു തരാം. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നു. ഈ മറ്റേ ഇതിലൊന്നും തന്നെ എൽ എന്ന് പറയുന്ന ലെറ്റർ ഇല്ല. ലൈം വാട്ടർ ആരംഭിക്കുന്ന ഏത് ലെറ്റർ വെച്ചാണ്? എൽ. കാൽസ്യത്തിൽ മാത്രമേ എല്ലുള്ളൂ. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇതിനോട് ചേർത്ത് നമ്മൾ എപ്പോഴും തെറ്റിക്കുന്നു. അപ്പോൾ ഓർക്കുക, എല്ലുള്ളത് ആരുടെ കൂടാണ്? കാൽസ്യം. അതുകൊണ്ട് കാൽസ്യം കോമ്പൗണ്ട് ആയിരിക്കും എപ്പോഴും ലൈം. അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ ഈ സീക്വൻസിങ് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സയൻസ് പഠിക്കുമ്പോൾ എപ്പോഴും സീക്വൻസിങ്, ഏത് എക്സ്പെരിമെന്റ് ആണെങ്കിലും അതിൻ്റെ സീക്വൻസിങ് ഓർത്തിരിക്കും. ഇനി വായിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നമ്മൾ സൂക്ഷിക്കാനായിട്ടുള്ള ചില ടെക്നിക്സ് ഉണ്ടാക്കിയെടുക്കും. ചില ടെക്നിക്സ്, ആ ടെക്നിക്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അത് നിങ്ങൾക്ക് നല്ലപോലെ പറ്റും. നിങ്ങൾ എത്ര ബുദ്ധിയുള്ളവരാണെന്നറിയും. ഞാൻ ഒരിക്കൽ നിങ്ങളെപ്പോലുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഒരിക്കലെ ഓർത്തിരിക്കാനുള്ള എളുപ്പവഴികളെ കുറിച്ച് വല്ല അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞു, ടീച്ചറെ ഒന്ന് ക്ലാസ്സിലെ എപ്പോഴും ശരാശരി താഴെ മാർക്കുള്ള പയ്യനാണ് കേട്ടോ, വലിയ മെടുക്കലൊന്നുമല്ല, പക്ഷെ അവൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും, എല്ലാം ഇങ്ങനെ ഹൃദയസ്ഥമാക്കും. അതിൻ്റെ ബുദ്ധിയാണ് അവനുള്ളത്. അവൻ പറഞ്ഞു, ടീച്ചറെ ഇന്ത്യയിൽ ആകെ 9 റിവർ വാലി പ്രോജക്ട്സ് ആണുള്ളത്. അത് ഏത് പാതിരാത്രി ചോദിച്ചാലും ഞാൻ പറയാം. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ പറയും? അപ്പം വളരെ രസകരമായിട്ട് പറഞ്ഞു, ആദ്യത്തെ 5 എണ്ണം ചാക്കോ നടത്തും. ഞാൻ ചോദിച്ചാൽ 5 എണ്ണം ചാക്കോ നടത്തും. അതാണ് ചാക്കോ പറഞ്ഞാൽ അതിങ്ങനെയാണ്. ചാന്ന് പറഞ്ഞാൽ ചമ്പൽ, കോ എന്ന് പറഞ്ഞാൽ കോസി,
ന നർമ്മദ, ദ ദാമോദർ, തു തുംഗഭദ്ര, ചാക്കോ നടത്തും. ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്തിരിക്കുകയാണ്. എന്ത് എളുപ്പത്തിലാണ് 5 റിവർ വാലി പ്രോജക്ട്സിന്റെ പേര് വന്നത്. അത് കഴിഞ്ഞിട്ട് പറയണം ബാക്കിയുള്ളവർ എൻ്റെ കൂട്ടുകാരാണ് 4 പേര്. ഒരാൾ ഇന്ദിര BS, ഒരാൾ നാഗകൃഷ്ണ, ഒരാൾ ഭക്ര അസദ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പേടിച്ചു. അതാരാണ് ഇന്ദിര BS എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി പ്രോജക്റ്റ് ഇരിക്കുന്നത് BS, ബിയാസ് ആൻഡ് സത്ലജ്, 2 നദികളിലാണ്. നേരത്തെ പറഞ്ഞ 5 എണ്ണത്തിന്റെ പ്രോജക്റ്റിന്റെ പേര് നദിയുടെ പേര് ഒന്നാണ്. ചമ്പൽ എന്ന് പറഞ്ഞാൽ ചമ്പല, പ്രോജക്റ്റിന്റെ പേരും ചമ്പൽ. പക്ഷെ ഇന്ദിരാഗാന്ധി പ്രോജക്റ്റ് ഇരിക്കുന്ന റിവറിന്റെ പേര് ബിയാസ് സത്ലജ്. രണ്ടാമത്തെ ആൾ നാഗകൃഷ്ണ. അതൊന്ന് പറയാം, ഊഹിച്ച്. നാഗാർജുന സാഗർ, കൃഷ്ണ റിവർ, അങ്ങനെ കുറെ പേരുകൾ ഇങ്ങനെ ഉണ്ട്. എന്ത് രസകരമായിട്ടാണ് പറയുന്നത്. ഭക്രാനങ്ങൾ എവിടെയാണ്? ഏതാണ്? അറിഞ്ഞുകൂടാ? അറിഞ്ഞുകൂടാ അല്ലേ? ഭക്ര സത്ലജ് തന്നെയാണ്. പിന്നെ ഏതാണ്? വളരെ പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ എനിക്ക്. അപ്പൊ ഇതുപോലെയുള്ള ടെക്നിക്സിലൂടെ വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇത്തരം സ്ട്രാറ്റജീസിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറിച്ചിടില്ല. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന മാർഗങ്ങളുണ്ടെങ്കിൽ കുറിച്ചിടണം. അതിന് നമ്മൾ മറന്നു പോകത്തേ. സ്പീഡ് ആൻഡ് വെലോസിറ്റി, എന്താ വ്യത്യാസം സ്പീഡും വെലോസിറ്റിയും തമ്മിൽ? ഒരെണ്ണം പറയാം. സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെ ഇരിക്കുന്നതിൽ റെജിൻ ഷാജൻ ജോയ്, അങ്ങനെ ഒരാളുണ്ടോ? ഞാൻ അങ്ങോട്ടും ചെല്ലും. അപ്പോ അങ്ങനെയുള്ള സ്പീഡ് ആൻഡ് വെലോസിറ്റി അല്ലേ പറഞ്ഞത്? സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്നല്ലേ. എസ് ഒന്ന് ഓർത്ത് നോക്കി. സ്പീഡിന് സ്കെയിലർ, വെലോസിറ്റി v വെക്ടർ അല്ലേ? അങ്ങനെ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരണം. അത് പിന്നെ മറന്നു പോകത്തേ. അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും എപ്പോഴും തെറ്റിപ്പോകുന്നതാണ് അല്ലേ? അബ്സോർപ്ഷൻ, ഒരു സ്പോഞ്ച് വെള്ളത്തിലോട്ടിട്ട് അബ്സോർപ്ഷൻ ആണോ അഡ്സോർപ്ഷൻ? ഭിത്തിയെ പെയിന്റ് അടിച്ചാലും ഏതാണ്ട് വിഷനിഷ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും മറക്കത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാം? വായിക്കുമ്പോൾ അബ്സോർപ്ഷൻ അഡ്സോർപ്ഷൻ തമ്മിലുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ. ഏത് അക്ഷരത്തിൻ്റെയാണ്? ഡി ബി. ബി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒന്ന് എഴുതി നോക്കിയേ. നമ്മൾ ഇങ്ങനെ വന്ന് ഡി ആണെങ്കിൽ ഒറ്റ വരും അല്ലേ? ഡി എന്ന് പറയുന്ന അക്ഷരം ഇങ്ങനെ പുറത്തൂടാണ്, വരയുടെ പുറത്തൂടെ. ബി ആണെങ്കിൽ അകത്ത് വന്നൊന്ന് മുട്ടിയിട്ടാണ്. അകത്ത് വന്ന് മുട്ടുന്ന ബി ചേർത്തുള്ള അബ്സോർപ്ഷനിൽ അകത്തോട്ട് അബ്സോർബ് ചെയ്യും. സ്പോഞ്ച് വെള്ളത്തിൽ ഇട്ടാൽ സ്പോഞ്ചിന്റെ അകത്തോട്ട് പോകും. ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ. പെയിന്റ് അടിച്ചാൽ ഡി പോലെ വെളിയിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ. ഒരിക്കലും മറക്കത്തില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വായിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കത്തക്ക ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ച് നാം ഓർത്തിരിക്കണം. അപ്പൊ പിന്നെ നമ്മൾ മറക്കത്തേയില്ല. വളരെ എളുപ്പമാണ്. അങ്ങനെ വായിക്കുന്ന കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കുന്ന രീതിയിലുള്ള ടെക്നിക്സ് അവിടെ വായിച്ച് മനസ്സിലാക്കണം. ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കണം, എന്താണ് എവിടെയാണെന്ന് ഓർത്ത് പഠിക്കണം. അത് കുറിച്ചു വെക്കണം. കുറിച്ചു വെച്ച് കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം റിസൈറ്റ് ചെയ്യുക. വായിച്ചു, റീഡ് ചെയ്തു, റിസൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു 1-2 തവണ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബുക്ക് മടക്കി വെച്ചു. ബുക്ക് തുറന്നിരിക്കുമ്പോൾ എനിക്ക് എന്തറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാം അറിയാം. ബുക്ക് മടക്കി വെച്ച് കഴിഞ്ഞെന്ന് പറയുന്നതിന് പേരാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന റിവ്യൂ. ബുക്ക് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിക്കണം, എന്തായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു, എനിക്കിപ്പോൾ എന്തറിയാം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. മടക്കി വെച്ച് സംശയമുണ്ട് ഒന്നുകൂടെ നോക്കി മടക്കി വെച്ചു. ദാറ്റ് ഇസ് റിവ്യൂ. കഴിഞ്ഞു. അടുത്തതാണ് സെൽഫ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ അന്തരം ചെയ്യുന്നതല്ല. ഞാൻ ആ കണക്ക് പഠിച്ചവിടെ വെച്ചു, അല്ലെ സോഷ്യൽ സയൻസ് പഠിച്ചവിടെ വെച്ചു, പഠിച്ചു കഴിഞ്ഞ് ചോറിട്ട് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ പഠിക്കാൻ വന്നിരുന്ന കഴിയുമ്പോൾ ഞാനൊന്ന് ആലോചിക്കണം, ഞാൻ മുമ്പ് എന്നതായിരുന്നു പഠിച്ചത്. അങ്ങനെ ചിന്തിക്കുമ്പം പകുതിയിലധികം കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോയേക്കാം. അതാണ് മറവിയുടെ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ പറയുന്നത്. അപ്പം മറന്നു പോയേക്കാം. അപ്പം ഞാൻ ചിന്തിക്കണം, ആ ടൈറ്റിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? ആദ്യത്തെ പേജിലെ ആ ടൈറ്റിൽ കിട്ടുന്നുണ്ട്, രണ്ടാമത്തെ പേജിലെ ഫിഗർ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പം മറന്നിരിക്കും. അപ്പം നമ്മൾ വെറുതെ ഒന്നുകൂടെ ഒന്ന് മറിച്ച് നോക്കി ഒന്ന് പിടിച്ചു മനസ്സിലാക്കി പഠിച്ചു. ഇത്രയും മതി. പിന്നെ അരമണിക്കൂർ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നു, കഴിഞ്ഞു. പിന്നെ അത് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ്
ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒന്നാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് നാം ഉത്തരം എഴുതേണ്ടത് ചോദ്യങ്ങൾക്കാണ്. ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടിടത്തോളം ഏതൊരു കുട്ടിയും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുമായി പരിചയപ്പെട്ടിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് കുറച്ചധികം പേരെങ്കിലും ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ കോച്ചിങ് ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട് അല്ലേ? എത്ര പേര് പോകുന്നുണ്ട്? കുറച്ച് പേരുണ്ട്. ശരി, അവിടെ എന്താ ചെയ്യുന്ന എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ പുതിയതായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി ചോദ്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുത്ത് അതുമായി പരിചയപ്പെടുത്തുന്നു. ടെസ്റ്റ് ടേക്കിംഗ് ടെക്നിക്കാണ്. ഒരേപോലെ 4 ഉത്തരം ബ്രാക്കറ്റിൽ കൊടുത്താൽ അതിലേതാണ് ശരി ഉത്തരം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക, വേറൊന്നുമല്ല. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ നേരിടുന്ന കുട്ടിക്ക് പരീക്ഷ വളരെ എളുപ്പമായി. വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വിചാരിക്കും പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം. അബദ്ധം. പഠിച്ചു കഴിഞ്ഞു ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ല അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബാങ്കോ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞ് നോക്കുക, ഈ ചോദ്യം എനിക്കറിയാം, ഇപ്പം പഠിച്ച ചാപ്റ്ററിലെ ആണല്ലോ, കിട്ടുന്നില്ല. പെട്ടെന്ന് പുസ്തകം എടുത്തൊന്ന് മറിച്ച് നോക്കുക, അവിടെ ഉറപ്പിച്ചത് പിന്നെ മറക്കത്തേ ഇല്ല. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാം പഠിച്ചു, പരീക്ഷ അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം എല്ലാം മറന്നു. അതിന് കാരണം ചോദ്യങ്ങളോടുള്ള നമ്മുടെ പരിചയക്കുറവാണ്. എത്രയും കൂടുതൽ പരീക്ഷകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അത്രയും മിടുക്കരായിരിക്കും നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് 1 അല്ല 10 മോഡൽ പരീക്ഷ നടത്തിയാൽ നിങ്ങളെല്ലാവരും ഇതിനേക്കാൾ പ്രഗത്ഭരായി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പരീക്ഷ നടത്തിയാൽ നമ്മൾ അത്രയും പഠിക്കും. കൂടുതൽ ചോദ്യങ്ങൾ കാണുന്നതോറും നമ്മൾ ഈ ചോദ്യങ്ങളെ നേരിടാനായിട്ടുള്ള ടെൻഷൻ കുറയും. 10 പനി വന്നിട്ടുള്ള ആൾക്ക് 11ാമതൊരു പനി വന്നാൽ ടെൻഷൻ ഉണ്ടോ? ഇല്ല. ആദ്യമായിട്ട് പനി വരുന്ന ആൾ പറയും ഏതാണ്ട് എൻ്റെ കാലമൊക്കെ കഴിയാറായെന്നാണ് തോന്നുന്നു അല്ലേ? ആദ്യമായിട്ട് പനി വരുന്ന ആൾ അങ്ങനെ പറയും, പേടിച്ചിട്ട്. അതുപോലെയുള്ളൂ. നമുക്ക് ടെൻഷനുള്ള കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്താണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ദിവസവും ചോദ്യങ്ങളെടുത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. ചോദ്യങ്ങളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ മടക്കി വെക്കുന്നതിന് കാരണം എന്നാണെന്നറിയോ? 3 ചോദ്യം വായിക്കുമ്പോൾ തന്നെ എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ആത്മവിശ്വാസം ചോരും. പറയും കുണ്ടം അടങ്ങാനിരിക്കട്ടെ, പഠിക്കാം, പിന്നെ നോക്കാം. അബദ്ധമാണ്. അറിയത്തില്ലെങ്കിൽ ഉത്തരം കണ്ടുപിടിച്ച് അതങ്ങ് പഠിക്കാം, അതെങ്കിലും പഠിക്കരുത്. ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഏത് പരീക്ഷയുടെയും ചോദ്യങ്ങൾ ഇടുന്നത് മുൻകാല ചോദ്യപേപ്പറിൽ എടുത്തു വെച്ചാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നുള്ളതിലാണ് നിങ്ങളോട് പറയുന്നത്. ഞങ്ങളോടൊക്കെ ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ വെറുതെ അല്ല ചോദ്യം ഇടുന്നത്. നമുക്ക് ചോദ്യം ഇട്ട് തരാൻ ആവശ്യപ്പെടുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാം? ഒരു ചോദ്യപേപ്പറിന്റെ മാതൃക നമുക്ക് അയച്ചു തരും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. എന്നിട്ട് പറയും ഇതേ മാതൃകയിൽ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കാൻ പറയും. ആ മാതൃക അനുകരിച്ച് വേണം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ. അതുകൊണ്ട് സമാനമായ ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും ആവർത്തിച്ചു വരും. അത് നിങ്ങളുടെ കുട്ടികളുടെ അറിവിലേക്ക് വരുക. നിങ്ങൾ വിചാരിക്കും ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നാൽ ഇനിയും വരത്തില്ല. അത് വരണമെന്നില്ല, പക്ഷെ അതിന് തത്തുല്യമായ ഒരു ചോദ്യം ചിലപ്പോൾ അതേ ചാപ്റ്ററിൽ നിന്ന് വരും. അതുകൊണ്ട് ചോദ്യങ്ങളുമായി നിങ്ങൾ പരമാവധി പരിചയപ്പെടുക. ഇനിയുള്ള 2 ആഴ്ച നമുക്ക് അതിനെ സമയമുള്ളൂ. അങ്ങനെ ചോദ്യങ്ങൾ ചെയ്യുക. ഉത്തരം അറിയത്തില്ല ഉടനെ തന്നെ കണ്ടെത്തുക, പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ മറന്നുപോകും. ഇന്ന് പഠിച്ചതെല്ലാം നാളെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മറന്നുപോകും. അങ്ങനല്ലേ? നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ചുമ്മാ വെറുതെ ഒന്നുകൊണ്ടൊന്ന് ബുക്ക് എടുത്ത് നോക്കുക. കണക്കിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എപ്പോഴും ആവശ്യമുള്ളതാണ്. അവയെല്ലാം കൂടെ നല്ല കളറുള്ള പെൻസിലോ പേനയോ ഉപയോഗിച്ച് എഴുതിയിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് അങ്ങ് ഒട്ടിച്ചു വെച്ചേക്കാം. ചുമ്മാ 10 പ്രാവശ്യം അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്കും പഠിച്ചു. നിങ്ങളിനി അത് മറക്കത്തേയില്ല. ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്സാണ്. എപ്പോഴും ഇതെല്ലാം മറന്നു പോകുന്നുണ്ടെങ്കിൽ മറക്കുന്ന കാര്യം ഇത്തിരി വലിയ അക്ഷരത്തിൽ എഴുതി ഒന്ന് ഒട്ടിച്ചു വെച്ചേക്കാം. നമ്മൾ മറക്കത്തേയില്ല. ഓക്കെ. അപ്പോൾ ഇപ്രകാരം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ കൂടി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞു. പല ചോദ്യങ്ങളിലൂടെയൊക്കെ ആവർത്തിച്ച് ഏകദേശമായി. ഇനി നാളെ പരീക്ഷയായി കേട്ടോ. നാളെയാണ് പരീക്ഷ. ഇന്നിനി എന്ത് ചെയ്യും? അയ്യോ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ, ഇന്ന് വേണം എല്ലാം ഒന്ന് ചിട്ടയായിട്ട് നോക്കാനെന്ന് പറഞ്ഞ അബദ്ധമാണ് കേട്ടോ. നമ്മൾ മുമ്പേ പറഞ്ഞ ഏതായിരുന്നു റിവർ വാലി പ്രോജക്ട്സിൽ മോൾ അവിടെ നിന്ന് ഒരു റിവറും കൂടെ പറഞ്ഞായിരുന്നു. ഒരു പ്രോജക്റ്റ് കൂടെ ഏതായിരുന്നു? ഹിരാക്കുഡ് അല്ലേ? ഹിരാക്കുഡ് ഏത് റിവറാണ്? മഹാനദി. വെരി ഗുഡ് കേട്ടോ. അതുകൊണ്ട് ഈ കൂട്ടത്തെ എല്ലാവരും പൂർണ്ണമാകുന്നു. അവിടെ നിന്ന് കൊച്ചു പറഞ്ഞായിരുന്നു ഹിരാക്കുഡ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, റിവർ മഹാനദി കേട്ടോ. ശരി. അപ്പം നാളെ പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് പോകാനുള്ള ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടാവണം. എല്ലാവർക്കും വൈകുന്നേരമായപ്പോൾ അതെല്ലാം പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ്
പിന്നെ ഹോൾ ടിക്കറ്റ്, സാമഗ്രികളൊക്കെ എടുത്തു വെച്ചു. എല്ലാവർക്കും ഒന്ന് വായിച്ചു. കിടന്ന് നേരത്തെ ഉറങ്ങാം. നേരത്തെ ഉറങ്ങുന്നത് 8 മണിക്ക് കിടക്കണമെന്നല്ല, 10-11 ആകുമ്പോൾ കിടന്ന് ഉറങ്ങിക്കൊള്ളുക. അന്നൊരു ദിവസം കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല കേട്ടോ. ഈ വരുന്ന 2 ആഴ്ച കാലങ്ങളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നൊരു ദിവസം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നിങ്ങളുടെ ഓർമ്മയിലേക്ക് അല്ലെ കൊണ്ടുവരിക. അന്ന് റിവൈസ് ചെയ്യുക, അത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഹൃദയസ്ഥമാക്കുക. ഞാൻ ചില ഷോർട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മറിച്ച് നോക്കുക, അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. രാവിലെ എന്ത് ചെയ്യും? ഇത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. രാവിലെ എഴുന്നേറ്റ് ഒരു വൈറ്റ് പേപ്പർ എടുക്കണം. വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ 2 തവണ എഴുതണം. ആ പേപ്പർ ചുമ്മാ. ഇതെന്തിനാണെന്നറിയോ? പരീക്ഷാ പേപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പേജാണ് നിങ്ങൾ ആരാണെന്ന് വിളിച്ചറിയുന്നത്. പേപ്പർ നോക്കുന്ന ടീച്ചർ നിങ്ങളെ കാണുന്നേയില്ല. നിങ്ങൾ എഴുതുന്നത് എന്താണെന്ന് അറിയുന്നില്ല. നിങ്ങളുടെ പേപ്പറിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിയുന്നത്. ആദ്യത്തെ പേജിൽ തന്നെ നിറച്ചു വെട്ടും കുത്തുവാണെങ്കിൽ എന്ത് വിചാരിക്കും നിങ്ങളെക്കുറിച്ച്? ഒന്നിലും ഒരു ഉറപ്പില്ലാത്ത കക്ഷിയാണെന്ന് വിചാരിക്കും അല്ലേ? നമുക്ക് പിന്നെ അടുത്ത പേജിലൊക്കെ ശരി ഉത്തരവാണെങ്കിൽ പോലും ബുദ്ധിമുട്ട് വരും. മാർക്ക് അറിയാതെ കുറയും. മനുഷ്യരാ പേപ്പർ നോക്കുന്ന അധ്യാപകരാരും ഭയങ്കര വലിയ ദൈവ ആൾക്കാരൊന്നും അല്ല. ആദ്യത്തെ പേജിൽ തന്നെ വെട്ടും കുത്തുവാണല്ലോ, അടുത്ത പേജിലോട്ട് പിന്നെ വരെയും പ്രതീക്ഷിക്കേണ്ടല്ലോ എന്നൊരു മുൻവിധി ഉണ്ടാകും. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പേപ്പറിൽ രജിസ്റ്റർ നമ്പർ എഴുതണം. 1, 2 ഏതെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ അല്ലെ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇന്നത്തെ പരീക്ഷയുടെ ആദ്യ ചോദ്യം ഇതാണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും എന്ന് സങ്കല്പിച്ച് നിങ്ങൾ അന്ന് പരീക്ഷ എഴുതാൻ ഉപയോഗിക്കുന്ന പേന ഉപയോഗിച്ച് 4-5 വരികൾ ആ പേപ്പറിൽ എഴുതുക. പരീക്ഷ പരുമനപ്പള്ളി വന്ന അച്ഛൻ ആശീർവദിച്ച് പൂജിച്ച് ശുശ്രൂഷ നടത്തി തന്ന പേനയാണ്. ഞാൻ പരീക്ഷാ ഹോളിൽ ചെന്നിട്ടേ എഴുതുള്ളൂ എന്ന് നിർബന്ധബുദ്ധി പിടിക്കരുത്. എഴുതുന്ന ആദ്യ വാക്ക് തന്നെ തെറ്റിപ്പോയി. നമ്മുടെ കൈക്ക് പേന പരിചയം വന്നാലേ പേനയ്ക്ക് സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ഇങ്ങനെ റിബണൊക്കെ ഇട്ട് കെട്ടി വലിയ കടലാസിനകത്ത് പൊതിഞ്ഞ് എന്നിട്ട് പരീക്ഷാ ഹോളിൽ ചെന്നിട്ട് ആദ്യമായിട്ട് എടുത്ത് അതിലൊന്നും കഥയില്ല കേട്ടോ. തലേ ചില കാര്യങ്ങളൊക്കെ വേണം, ഇതിൻ്റെ അകത്തൊരു കഥയില്ല. അപ്പോൾ ഈ പേന ഉപയോഗിച്ച് തന്നെ രാവിലെ എന്തെങ്കിലും എഴുതുമ്പോൾ തോന്നുവാണ് ഈ പേന വെച്ച് എഴുതിയിട്ട് എനിക്കൊരു സ്പീഡ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള തിരിച്ചറിവ് ചിലപ്പോൾ അപ്പോഴായിരിക്കും കിട്ടുന്നത്. അന്നേരം പേന മാറ്റി പോകണം. അല്ലെങ്കിൽ ചില പേന 5 ലൈൻ എഴുതി കഴിയുമ്പോൾ മഷി തീർന്നു പോകും, അല്ലെങ്കിൽ തടസ്സം വരും. അതൊക്കെ നമുക്ക് അപ്പം തിരിച്ചറിയാൻ പറ്റും, പരീക്ഷ ഹോളിൽ ചെന്നിട്ടല്ല. അതുകൊണ്ട് അന്ന് രാവിലെ ഒരു 1/2 പേജ് എങ്കിലും എഴുതിയിട്ടേ പരീക്ഷ ഹോളിൽ പോകാവൂ. അങ്ങനെ പരീക്ഷ ഹോളിൽ ചെല്ലുക. നിങ്ങൾ വേണ്ട സാമഗ്രികളൊക്കെ എടുത്ത് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ചില കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർ ആ പരീക്ഷ നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ ആ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പെൺകുട്ടികളാണെങ്കിൽ പറയും, ഷോ എൻ്റെ മോനിയൊന്നും ഓർമ്മ വരുന്നില്ല, എൻ്റെ ദൈവം എനിക്ക് പേടിയാതെയോ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വരും. എനിക്കിതറിയാം, എവിടെയാ പ്രിൻസിപ്പൾ, ഈ പ്രിൻസിപ്പളിന് കുറേ ആവലാതെ വേവലാതെ പഠിച്ചതെല്ലാം മറന്നു, ഉള്ളതും കൂടെ മറന്നു കേട്ടോ. അങ്ങനെയുള്ള കൂട്ടുകക്ഷികളോടുള്ള ബന്ധം വേണേൽ നമുക്ക് പരീക്ഷക്കാലം വരെ ഞാൻ മാറ്റിവെക്കാം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാംക്രമിക രോഗം ആണോ? അതുകൊണ്ട് അമ്മയുടെ ടെൻഷൻ നമുക്ക് കിട്ടുന്നു കേട്ടോ പരീക്ഷ എടുക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ ഒത്തിരി ഉയർത്തുന്ന വർത്തമാനങ്ങൾ പറയുന്ന കൂട്ടുകാരുടെ അടുത്ത് പോയി ടെൻഷനൊന്നും കൂട്ടണ്ട. എനിക്കറിയാവുന്നതൊക്കെ അറിഞ്ഞാൽ മതി. നേരെ പരീക്ഷ ഹോളിൽ കയറുക, പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെഴുതാനുള്ളതാണ്. പഠിച്ച കാര്യങ്ങൾ ഓർത്തെഴുതാനുള്ള സ്ഥലമാണ് പരീക്ഷ, അല്ലാത്ത കാര്യങ്ങൾ എഴുതാനുള്ളതല്ല. പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒരുപോലെ ഒരു കാര്യം പറയുന്നത്, മുൻകാലങ്ങളിൽ കോപ്പിയടികളിൽ ബിരുദർ ആൺകുട്ടികളായിരുന്നുവെങ്കിൽ നിർഭാഗ്യവശാൽ അവരെയൊക്കെ റാങ്ക് മേടിക്കുന്നത് പെൺകുട്ടികളാണെന്ന് പറയുന്ന പോലെ തന്നെ കോപ്പി അടിക്കുന്നതിൽ 1ാം സ്ഥാനവും പെൺകുട്ടികൾക്കാണ്. അതുകൊണ്ട് ഇരുകൂട്ടരും വളരെയേറെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി മാർക്ക് മേടിച്ചാൽ മതി. ഇത് കണ്ടുപിടിക്കപ്പെടും. കഴിഞ്ഞ ഒരാഴ്ചക്കാലം, കഴിഞ്ഞ 5 ദിവസം കേരള സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള വിവിധ പരീക്ഷകളിൽ കോപ്പി അടിക്കപ്പെട്ട കുട്ടികൾക്ക് പറയാനുള്ളത് കേട്ടോണ്ടിരിക്കുമായിരുന്നു. കോപ്പി അടിച്ച പിള്ളേരെല്ലാം കൊണ്ടുവരും, അവരുടെ രക്ഷാകർത്താക്കളും വരും. 1ാം റാങ്ക് കിട്ടിയ കുട്ടി വരെയുണ്ട്. ബിടെക്കിന് 1ാം റാങ്ക് കിട്ടിയിട്ട് എംടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വരെ കാൽക്കുലേറ്ററിൽ എഴുതിക്കൊണ്ടുപോയതിന് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. 1 വർഷം നഷ്ടപ്പെടും, എഴുതിയ 8 പേപ്പർ നഷ്ടപ്പെടും. ഇതെല്ലാം കാര്യമുണ്ടോ? കൈവെള്ളയിൽ പെൻസിൽ വെച്ച് എഴുതിക്കൊണ്ടുപോയി ഇക്വേഷൻ മതി, പിടിച്ചാൽ മതി. ഹോൾ ടിക്കറ്റ് പെൻസിൽ വെച്ച് എഴുതിക്കൊണ്ടുപോകും. നമ്മൾ വിചാരിക്കും ഇത് ലോകത്താർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേട്ടോ, എനിക്കല്ലാതെ. ഇതൊക്കെ നമ്മുടെ മിഥ്യാധാരണയാണ്. പരീക്ഷാ ഹോളുകളിലെ അധ്യാപകർക്ക് ഇതൊക്കെ കണ്ടെത്താം. ഷൂസും സോക്സും ഒക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത് സോക്സൊക്കെ ഇട്ട് സോക്സിൻ്റെ അകത്ത് കയറ്റി വെച്ചുകൊണ്ട് പോവുക. എവിടെയെല്ലാം സൗകര്യമുണ്ടോ അവിടെയെല്ലാം വെച്ചുകൊണ്ട് പോകും. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള തിന്മകളിലൂടെ വിജയം നേടാൻ തീരുമാനം എടുക്കുന്നവരല്ലല്ലോ.
അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീഴാൻ പാടില്ല. പരീക്ഷാ ഹാളിൽ തമ്മിൽ ഉത്തരം പറഞ്ഞിരുന്നു. ഒരു കോളേജിൽ, കേരളത്തിലെ പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ 60 കുട്ടികളെ ഒരുമിച്ച് വിളിച്ചു. എന്തിനാണെന്നറിയോ? അവർ കോപ്പി അടിച്ചില്ലെന്ന് അവർ പറയും, തെളിവൊന്നുമില്ല. പക്ഷേ അതെല്ലാവരുടെ ഉത്തര പേപ്പറിൽ ഒരേ ഉത്തരം. ഒരാളുടെ വെട്ടൊക്കെ തന്നെ അടുത്ത പേപ്പറിലും അതേ വെട്ട്. 60 പേർക്ക് ഒരേ വെട്ട്, ഒരേ കുത്ത്. ഇപ്പൊ പേപ്പർ നോക്കി സാറിനൊരു സംശയം, പക്ഷേ ഇതന്നെ ഒരേ പേപ്പറിലെ വെട്ട്, വിടുത്തും എല്ലാ പേപ്പറിലും ഒന്ന്. ശരി ഉത്തരവാദിനെ ചിലപ്പോൾ പിടിക്കത്തില്ലായിരുന്നു. എല്ലാ പേപ്പറിലും ഒരേ തെറ്റ്, ഒരേ വെട്ട്, ഒരേ കണക്കിലെ തെറ്റൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും തെറ്റ് ഒരേപോലെ വരും. 0.00680 തെറ്റാണ് ഉത്തരം. എല്ലാവർക്കും 0.00680 വരും. ഇല്ല, അപ്പൊ പിടിക്കപ്പെട്ടു. 8 പേപ്പറാണ് ആ കുഞ്ഞുങ്ങൾ ക്യാൻസൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, എളുപ്പ വഴികളിലൂടെ നമ്മൾ ജയിക്കാൻ നോക്കേണ്ട. പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നമ്മൾ അവിടെ പോയിരുന്ന പരീക്ഷാ പേപ്പറിലൊക്കെ എഴുതി വിജയിക്കുക. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അന്നത്തെ പരീക്ഷ പ്രയാസമായിരുന്നെങ്കിൽ അതോർത്ത് സങ്കടപ്പെടേണ്ട. അടുത്ത പരീക്ഷയിൽ കൂടുതൽ നമ്മൾ ഓർക്കുക. ആദ്യം പറഞ്ഞല്ലോ, ഒരു വേർഡ് പറഞ്ഞില്ലേ, മുങ്ങിയാ പൊങ്ങുന്ന വേർഡ് ഏതാണ്? മുങ്ങിയാ പൊങ്ങുന്ന വേർഡ് ഏതാണ്? റെസിലിയൻസ്. ആദ്യത്തെ പേപ്പർ പ്രയാസമായിരുന്നു, മുങ്ങിപ്പോയി, പോട്ടെ, പൊങ്ങി വരണം. പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ആഞ്ഞങ്ങ് പഠിച്ചേക്കുക. ആ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് മേടിക്കണം. ഓക്കെ, അങ്ങനെ മാർക്ക് വാങ്ങിച്ച് പറ്റുന്ന പോലെ പരീക്ഷയിലൊക്കെ നമ്മൾ എഴുതുക. എന്നിരുന്നാലും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ മാർക്ക് കിട്ടണമെന്നില്ല. അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ പരീക്ഷ എഴുതുക. പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ട് വരുന്നിടം വരെ കാത്തിരിക്കുക. പിന്നെ വേണമെങ്കിൽ പോയി സിനിമ കാണുന്നവർക്ക് സിനിമ കാണാം. മറ്റ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. പരീക്ഷയിൽ മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയാലോ ആത്മഹത്യ ചെയ്യണം? വേണ്ട. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷ. ജീവിതം മുഴുവൻ കിടക്കുന്നതേ ഉള്ളൂ ഒരുപാട് പരീക്ഷകൾ. ജീവിതത്തിലെ ഏറ്റവും ലളിതമായ പരീക്ഷയാണ് ചോദ്യപേപ്പറുള്ള പരീക്ഷ കേട്ടോ. ബാക്കി യഥാർത്ഥ ജീവിതത്തിലെ പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഈ പരീക്ഷയിൽ ഇത്ര മാർക്ക് കുറഞ്ഞാൽ സാരമില്ല, അടുത്ത അവസരങ്ങളിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങാം. എങ്കിലും കുറയാൻ പാടില്ല. അതുകൊണ്ട് അത്തരം നല്ല തീരുമാനങ്ങളെടുത്ത് പോയി പരീക്ഷയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല വിജയം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സമയം ആയിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. സംശയമൊക്കെ പെട്ടെന്ന് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ? സംശയമൊക്കെ കാണുമെന്ന് എനിക്കറിയാം. പിന്നെ ചോദിക്കണ്ടേ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും പേര് ഇരിക്കുമ്പോൾ ഞാനായിട്ട് എന്നാ ചോദിക്കാൻ നമുക്ക് വിചാരിച്ചിരിക്കുകയാണ്. പോട്ടെ, സാരമില്ല. എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി നമുക്കൊട്ടും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒന്നുമല്ല. കസേര ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ ഇരിക്കായിരുന്നു. എങ്കിലും നിങ്ങൾ തുടക്കം മുതൽ വളരെ ഭംഗിയായി കേട്ടിരുന്നതിന് പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്നായി പരീക്ഷ എഴുതാനും ജീവിതം മുഴുവൻ എല്ലാ പരീക്ഷകളെയും നേരിടാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.